സൃഷ്ടിച്ച ഖൈറിൻ താരകം യാ ഇലാഹൽ ആലമീന യാ ഇലാഹനാ യാ ഇലാഹൽ ആലമീന യാ ഇലാഹനാ തൂബലനാ 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 ഹഖിൻ യഖീനേ തൂ വെളിച്ചം കാട്ടിയതിലേ യഖീനേ തൂബലനാ തൂബലനാ ഹഖിൻ യഖീനേ തൂ വെളിച്ചം കാട്ടിയതിലേ യഖീനേ അതതിൽ നമുക്കലിഫെഴുതാം അഹ്ലം വസഹ്ല ബുശ്റാകുമുൽ യൗം ജന്നത്തിന്റെ പൂർണ്ണ ജമാല തൂബലനാ 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 ഹഖിൻ യഖീനേ തൂ വെളിച്ചം കാട്ടിയതിലേ യഖീനേ തൂബലനാ തൂബലനാ ഹഖിൻ യഖീനേ തൂ വെളിച്ചം കാട്ടിയതിലേ യഖീനേ. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على من أرسل رحمة للعالمين سيدنا محمد النبي الأمين وعلى آله وصحبه الفائزين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. صدق الله مولانا العظيم. صدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനാദരങ്ങൾ നിറഞ്ഞ സഹോദരന്മാരെ, ഉലമാക്കളെ, സാദാത്യങ്ങളെ, പ്രിയങ്കരായ കർമ്മോത്സുകരായ പ്രവർത്തകരെ, അൽഹംദുലില്ലാഹ് ബുശ്റാകുമുൽ യൗം എന്ന ടൈറ്റിലിന് കീഴിൽ ഒരിക്കൽ കൂടി സംഗമിക്കാൻ, ഈ മഹത്തായ സംഗമത്തില് ഒരു കണ്ണിയാവാൻ സാധിച്ചതിൽ സർവശക്തനായ റബ്ബിന് സ്തുതികൾ അർപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രിയപ്പെട്ടവരെ, വളരെ ഗഹനവും പഠനാർഹവുമായ ധാരാളം ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ നമ്മുടെയൊക്കെ സജീവ ശ്രദ്ധയും പരിഗണനയും ഒക്കെ സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഞാൻ തെരഞ്ഞെടുത്തിട്ടുള്ളത്. മാതാപിതാക്കളോട് നന്ദി കാണിക്കുക, അല്ലെങ്കിൽ വബിൽ വാലിദൈനി ഇഹ്സാന എന്ന ആയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നതാണ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയതായി ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമ, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കുക എന്ന ഒരു വിഷയം എടുത്ത് സംസാരിക്കുമ്പോൾ പുതിയ കുറെ പോയിന്റുകൾ പറയലോ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് തഫ്സീറിന്റെ അല്ലെങ്കിൽ കിതാബുകളുടെ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഒക്കെ വെളിച്ചത്തിൽ പുതിയ ഒരുപാട് പോയിന്റുകൾ പറയാം. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം വളരെ ചിരപരിചിതമായ വിഷയമാണ്. പ്രസംഗിച്ച് പഠിക്കുന്നത് തന്നെ ഒരുപക്ഷെ ആദ്യമായി മാതാപിതാക്കളോടുള്ള കടമ എന്ന വിഷയമൊക്കെ എടുത്തിട്ടാണ്. സാഹോദര്യം, മാതാപിതാക്കളോടുള്ള കടമ, അങ്ങനത്തെ വിഷയമൊക്കെയാണ് പ്രസംഗിച്ച് പഠിക്കാൻ ദർസിലായാലും മറ്റു കോളേജുകളിലൊക്കെ ആയാലും എല്ലാവരും എടുക്കുന്ന വിഷയം. പക്ഷേ ഇത് എത്രമാത്രം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊരു ആത്മവിചിന്തനം നടത്താൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു വിഷയം ഞാൻ തെരഞ്ഞെടുത്തത്. സ്വാഭാവികമായും, കാരണം അല്ലാഹുവിന്റെ ദീൻ പ്രധാനമായ പഞ്ചസ്തംഭങ്ങളെ ആശ്രയിച്ച്, അതുപോലെ തന്നെ 6 ഈമാൻ കാര്യങ്ങളെയൊക്കെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ ആ പഞ്ചസ്തംഭങ്ങളും ആ വിശ്വാസങ്ങളും ഒക്കെ ഒട്ടും സ്വീകാര്യമല്ലാത്ത ഒരവസ്ഥയിലേക്ക് ചില സ്വഭാവം കാരണം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതിൽപ്പെട്ട വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് മാതാപിതാക്കളോട് നന്ദികേട് കാണിക്കുക എന്നത്. മാതാപിതാക്കളോടുള്ള കടമ എന്നത് പറയുമ്പോൾ, അല്ലെങ്കിൽ മാതാപിതാക്കളോട് നന്ദി കാണിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ മറുവശത്തിന്റെ ഗൗരവം മാനിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ വിഷയം ഞാൻ തെരഞ്ഞെടുത്തിട്ടുള്ളത്. സമകാലിക സംഭവ വികാസങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ
നമ്മുടെ കാതുകൾ കൂർപ്പിക്കുമ്പോൾ നമ്മൾ സ്ഥിരമായി മാതാപിതാക്കളോട് നന്ദികേട് കാണിക്കുന്നതിന്റെ ഒരുപാട് നഖചിത്രങ്ങള്, ഒരുപാട് ക്ലിപ്പുകളൊക്കെ നമ്മൾ സ്ഥിരമായി നമ്മൾ കാണാറുണ്ട്. സൗണ്ടിന് ക്ലിയർ കുറവുണ്ടാ? അപ്പോ സൗണ്ട് ക്ലിയർ അല്ലേ? ഓക്കെ ആണ്? ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ മാതാപിതാക്കളോട് നന്ദികേട് കാണിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടും കാണാറുണ്ട്. മാത്രമല്ല ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വളരെ മനസ്സിൽ തട്ടി പ്രസംഗിക്കാൻ കഴിയുന്ന ഒരുപാട് പ്രഭാഷകരുടെ പ്രസംഗങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിലും മറ്റൊക്കെ നമുക്ക് ലഭ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയം നമ്മുടെയൊക്കെ സജീവ ശ്രദ്ധയിലുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും ഇതിന്റെ അഖൂഖ എന്ന ഭാഗം, മാതാപിതാക്കളോട് നന്ദികേട് കാണിക്കുന്നതിന്റെ ഗൗരവത്തെക്കുറിച്ചാണ് ഈ ക്ലാസിന്റെ ചർച്ചയുടെ ആദ്യ ഭാഗത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ബിർറു ആബാഅക്കും തബിറുക്കും അബ്നാഅക്കും. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ ഗുണം ചെയ്യാൻ വേണ്ടി. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവർക്ക് തങ്ങളുടെ മക്കളിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കാൻ അവകാശമുള്ളൂ എന്ന് ധ്വനിയുള്ള പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു അധ്യാപനമാണത്. നമ്മളിവിടെ ഓതിവെച്ച ആയത്തിലും വളരെ വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മാതാപിതാക്കളോടുള്ള കടമയുടെ പ്രസക്തിയും പ്രാധാന്യവും ഒക്കെ തന്നെയാണ്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹു കൽപ്പിക്കുന്നു, അല്ലാഹു അല്ലാത്ത ഒരാളെ നിങ്ങൾ ആരാധിക്കരുത്, മാതാപിതാക്കളോട് നിങ്ങൾ ഗുണം ചെയ്യണം. ഈ രണ്ട് കാര്യം ചേർത്ത് പറയുന്നു. എന്നിട്ട് ഒന്നുകൂടി വളരെ സോഫ്റ്റായ ശൈലിയിലാണ് അല്ലാഹു വിഷയം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഇമ്മ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. മാതാപിതാക്കളിൽ ഒരാളോ രണ്ടാളോ ഒന്നിച്ചോ ചിലപ്പോ നിന്റെ അടുത്ത് ഇൻദക. ഈ ഇൻദക എന്ന വാക്ക് നമ്മുടെയൊക്കെ പ്രവാസികളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ തട്ടുന്ന ഒരു പ്രയോഗമാണ് വിശുദ്ധ ഖുർആന്റെ. ഇമ്മ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. മാതാപിതാക്കളിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരുമോ ചിലപ്പോൾ നിന്റെ അടുത്ത് വൃദ്ധരായി നിനക്ക് എത്തിക്കാൻ സാധിച്ചേക്കാം. നമ്മളൊക്കെ മാതാപിതാക്കളുടെ സംരക്ഷണം നമ്മുടെ ഭാര്യമാരെ അല്ലെങ്കിൽ മക്കളെ, അനുജന്മാരെ, പെങ്ങന്മാരെ അല്ലെങ്കിൽ മറ്റു വേണ്ടപ്പെട്ടവരൊക്കെ ചുമതലപ്പെടുത്തി ഒരു സമാധാനത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നമ്മുടെ അടുത്ത് മാതാപിതാക്കളുണ്ടായി അവരെ ഇട്ടറിഞ്ഞ് പോകുന്ന പ്രവാസ ജീവിതത്തിന്റെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ താങ്ങും തണലുമായി നിൽക്കുന്നതിന്റെ പ്രസക്തി മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ കുടുംബത്തിന്റെ അത്താണിയായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മുടെ മനസ്സിന് ഒരു ആത്മവിചിന്തനം നടത്തുമ്പോൾ വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു പ്രയോഗമാണ് യഥാർത്ഥത്തിൽ ഇമ്മ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. മാതാപിതാക്കൾ നമ്മുടെ കൈകളിൽ ഉണ്ടായിട്ട് നമ്മൾ അവരാരെങ്കിലും ഏൽപ്പിച്ച് കുടുംബം നോക്കാൻ വേണ്ടി ഹിജ്റ ചെയ്തവരാ നമ്മളൊക്കെ. യുദ്ധത്തിന് പോലും പോകാൻ സമ്മതം ചോദിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സമ്മതം കൊടുക്കാത്ത രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നില് ഒരിക്കൽ യുദ്ധത്തിന്റെ വിളിയാളം വന്നപ്പോ വൃദ്ധനായ സഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് കാരണം പറഞ്ഞു, മഹാനായ അമീറുൽ മുഅ്മിനീൻ, എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല, ഞാൻ വൃദ്ധനായിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഉദ്റ് തരണമെന്ന് പറഞ്ഞപ്പോ ആ സദസ്സിൽ തന്നെ അദ്ദേഹത്തിന്റെ മകൻ കിലാബ് എന്ന് പറയുന്ന സഹാബി ഉണ്ടായിരുന്നു. ഈ കിലാബ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇദ്ദേഹം യുദ്ധത്തിന് തയ്യാറാണെന്ന് പറഞ്ഞ് ഇത് കണ്ട പിതാവ് വളരെ സങ്കടത്തോടുകൂടി എന്നാൽ അതിലേറെ സ്നേഹത്തോടെ മകനോട് പറഞ്ഞു, മോനെ, ഈ വിറക്കുന്ന കൈകളുള്ള നിന്റെ പിതാവിനെയും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത നിന്റെ മാതാവിനെയും ഒക്കെ ഒഴിവാക്കി നീ യുദ്ധത്തിന് പോവുകയാണോ എന്ന് പറഞ്ഞപ്പോ, ഉപ്പ, ഞാൻ പോകുന്നത് ജന്നത്തിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്, സ്വർഗമാണ് എന്നെ വിളിക്കുന്നത് എന്ന് 3 തവണ പറഞ്ഞ് അങ്ങനെ പിതാവിന്റെ 3 തവണയുള്ള അഭ്യർത്ഥനയും ശ്രദ്ധിക്കാതെ സ്വർഗമെന്ന ആ ഒരു വിളി കേട്ട് സ്വർഗത്തിലേക്കുള്ള വിളിയാണല്ലോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മഹാനവർകൾ കിലാബ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് ഒരുങ്ങുന്നത് ആര് കാണുകയാണ്? മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണാണ്. ഈ ഒരു സമയത്ത് ഈ പിതാവ് വളരെയധികം സങ്കടത്തോടു കൂടിയാണ്
ആ ഒരു രംഗം കാണുന്നത്. മകൻ സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് യുദ്ധത്തിന് ഇതാ ഞാൻ തയ്യാറാണ്, എന്റെ ജീവൻ ഞാൻ വിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ നിന്നിട്ട് സഹോദരനെ വിളിച്ച് ചോദിച്ചു, നീ നിന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാറ് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. ഇദ്ദേഹം അന്ധനായിരുന്നു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. മകൻ പറഞ്ഞു, എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ എന്റെ ഒട്ടകത്തെ കറന്ന് ഒട്ടകത്തിന്റെ പാലൊക്കെ കുടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ അവർക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എങ്കിൽ നീ ഈ വൃദ്ധനായ സഹാബി കരുതിയത് മകൻ യുദ്ധത്തിന് പോയി, ഇനി മകൻ എനിക്ക് തിരിച്ചു കിട്ടില്ല എന്ന സങ്കടത്തോടുകൂടി നിൽക്കുന്ന സമയത്ത് കുറച്ചകലെ ഈ സഹാബിയെ വിളിച്ചുകൊണ്ടുപോയി ഒട്ടകത്തിന്റെ പാല് കറന്ന് പിതാവിന് കുടിപ്പിക്കാൻ വേണ്ടി കറക്കാൻ പറഞ്ഞു. അങ്ങനെ കറന്ന് മറ്റൊരാളുടെ കൈകളിൽ ഈ പാല് കൊടുത്ത് പിതാവിന്റെ അടുത്തേക്ക് അയച്ചു. പിതാവിന്റെ അടുത്ത് പാലെത്തിയപ്പോ പിതാവ് പറഞ്ഞു, എന്റെ മകന്റെ മണം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്, എന്റെ മകൻ യുദ്ധത്തിന് പോയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ മകൻ യുദ്ധത്തിന് പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോ എന്റെ ഇറക്കുന്ന കൈകൾക്കും കണ്ണു കാണാതെ ബുദ്ധിമുട്ടുന്ന എന്റെയും അതുപോലെ എന്റെ ഭാര്യയുടെയും ഒക്കെ താങ്ങും തണലുമായ എന്റെ മകനെ എനിക്ക് കിട്ടിയാൽ ഞാൻ അവനെ കെട്ടിപ്പിടിക്കുമായിരുന്നു, ഞാൻ അവനെ ചുംബിക്കുമായിരുന്നു എന്നാണ് ആ സമയത്തും ഈ പിതാവ് പറഞ്ഞത്. അപ്പോൾ വാത്സല്യ നിധിയായ പിതാവിന്റെ മുന്നിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ നിങ്ങളുടെ മകൻ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ ഞാൻ തിരിച്ചയക്കുന്നു, നിങ്ങൾക്ക് സംരക്ഷണമായി, നിങ്ങളുടെ ഭാവിക്ക് കരുത്തായി നിങ്ങളുടെ മകനെ നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂട്ടുക, അവന്റെ സ്വർഗവും നരകവും നിങ്ങളാണ് എന്ന് പറഞ്ഞ് ആ മകനെ തിരിച്ചേൽപ്പിക്കുകയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തത്. അങ്ങനെ തിരിച്ചേൽപ്പിച്ചതോടുകൂടി ആ പിതാവ് വളരെയധികം സ്നേഹത്തോടെ ആ മകനെ ഉമർ റളിയല്ലാഹുവിന്റെ മുന്നിൽ കെട്ടിപ്പിടിക്കുകയും പൊട്ടിക്കരയുകയും ഒക്കെ ചെയ്തു. ഇത് കണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. ഇത്രമാത്രം പ്രാധാന്യം യുദ്ധത്തിന് പോകുന്നത് പോലും നിരുത്സാഹപ്പെടുത്തുന്ന വിധത്തിലാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. ആരായിരുന്നു ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു? തൗബീങ്ങളിൽ വെച്ച് ഏറ്റവും മഹാനായിരുന്നു, അവരുടെ നേതാവാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുന്നറിയിപ്പ് സന്തോഷവാർത്ത അറിയിച്ച മഹാനായ യമനിലെ തഖിയായ വരിയായ ആബിദായ മനുഷ്യനായിരുന്നു ഉവൈസ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ റസൂല് മദീനയിൽ വന്നിട്ടുണ്ടെന്നും അള്ളാഹുവിന്റെ ദീന് കൊണ്ട് വിശ്വസിച്ച് മുഅ്മിനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ അദ്ദേഹം ജീവിച്ചു അവിടെ. പക്ഷേ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ മുതിർന്നില്ല. നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂല് വന്നിട്ടുണ്ട്, ഇനി റസൂലിന്റെ ജീവിതം കഴിഞ്ഞാൽ ഇനി ആ നബിയെ കാണാൻ കഴിയില്ല. സഹാബിയാവുക എന്നുള്ള വലിയ സൗഭാഗ്യം, നബിയെ കാണാന്നുള്ള വലിയ സൗഭാഗ്യം, അത് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കാര്യമല്ല. അത് നബിയുടെ കാലത്ത് തന്നെ നബിയുടെ അടുത്ത് ചെന്ന് കണ്ടു തന്നെ നടക്കേണ്ട ഒരു ആഗ്രഹമാണ്. പക്ഷേ മഹാനവറുകൾ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന് തടസ്സം എന്തായിരുന്നു? വൃദ്ധയായ മാതാവായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങള് ഉവൈസ്, ഖർനിൽ നിന്നുള്ള ഉവൈസ് എന്ന ആളെ നിങ്ങൾ കണ്ടുമുട്ടും. അദ്ദേഹത്തിന് ഒരു വൃദ്ധയായ മാതാവുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുമ്പ് പാണ്ട് പിടിപെട്ടിരുന്നു, അത് അദ്ദേഹത്തിന് ശിഫ ലഭിച്ചു. അങ്ങനെ ഒരു ദിർഹമിന്റെ ഭാഗമല്ലാത്ത മറ്റു ഭാഗങ്ങളൊക്കെ അദ്ദേഹത്തിന് ശിഫ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ അദ്ദേഹത്തോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിരുന്നു. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ പോലും പോകാതെ മാതാവിന്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ജീവിച്ചു. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ദീന് എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ട്, അതാണ് ബുദ്ധിയുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ ദീനിൽ വലിയ സ്ഥാനമുണ്ട്. ബുദ്ധി എന്ന് പറയുന്ന ബുദ്ധിക്കനുസരിച്ച് ഇന്നമാതു ജുസൗന അലാ ഉഖൂലിക്കും ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നത് നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ചാണെന്നാണ്. ചില സമയത്ത് ജമാഅത്തിന് പോകുന്നതിനേക്കാൾ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സൽക്കർമ്മം ചെയ്യുന്നതിനേക്കാൾ എല്ലാവരും ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യം അതിൽ നിന്ന് മാറി നിൽക്കലായിരിക്കും ചില ആളുകൾക്ക് അതായിരിക്കും പ്രാധാന്യം. അങ്ങനെ സംഭവിച്ച ഒരുപാട് രംഗങ്ങള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത കാലഘട്ടത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും യുദ്ധത്തിന് മുമ്പ് നിങ്ങൾ പോകണ്ട,
നിങ്ങൾ ഇന്ന കാര്യം ചെയ്താൽ മതി. മാതാപിതാക്കളെ യുദ്ധത്തിന് സമ്മതം ചോദിച്ചു വന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അഹയ്യൻ വാലിദാക്ക്, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഫഫീഹിമ ഫജാഹിദ്, അവരുടെ കാര്യത്തിലാണ് നിന്റെ ജിഹാദ്, അവരുടെ സംരക്ഷണം, അവർക്ക് വേണ്ടി ജീവിക്കുക, അതിലാണ് നിങ്ങളുടെ ജിഹാദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ ഫളായിലു ബിർറുൽ വാലിദൈൻ നമ്മൾ ഒരുപാട് കേട്ട കാര്യമാണ്. ഫളായിലു ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിന്റെ ഫളല് നമ്മൾ കുറെ കേട്ടതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാം, അവരെ വെറുപ്പിക്കാതെ എങ്ങനെ ജീവിക്കാം, അല്ലെങ്കിൽ അവരുടെ കടപ്പാടുകൾ പുലർത്തിക്കൊണ്ട് എങ്ങനെ ജീവിക്കാം, അതിന്റെ ആക്ഷൻ പ്ലാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അപ്പൊ അതുകൊണ്ട് ഉഖൂഖ് എന്നത്, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഉഖൂഖ് എന്ന വാക്കിന് തന്നെ മറ്റ് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന, ബിർറ് എന്ന് പറയുന്നത് തന്നെ എല്ലാ ഗുണങ്ങളെയും ഉൾക്കൊള്ളുന്നു. അവരനുസരിക്കലും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും, അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യലും, അവരുടെ ഓർമ്മ പുതുക്കലും, ഇങ്ങനെ എന്തൊക്കെ നന്മകൾ ചെയ്യാൻ പറ്റും അതിനെയൊക്കെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ബിർറുൽ വാലിദൈൻ. ബിർറുൽ അസ്തിഖാ, ബിർറുൽ അഖാരിബ് അങ്ങനൊന്നും പറയാറില്ല. അറബി ഭാഷയിലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലും ഒക്കെ ഏറ്റവും കൂടുതൽ ബിർറ് എന്ന പദം ചേർന്ന് നിൽക്കുന്നത് മാതാപിതാക്കളോടാണ്. എല്ലാ നന്മകളെയും ചേർത്ത് നിർത്താൻ പറ്റിയ നമ്മുടെയൊക്കെ സ്വർഗത്തിന്റെ താക്കോൽ അല്ലാഹു ആരുടെ കൈകളിലാണോ ഏൽപ്പിച്ചിട്ടുള്ളത് അവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അല്ലെങ്കിൽ നമ്മുടെ ബിർറിന്, നമ്മുടെ ഗുണത്തിന്, നമ്മുടെ തിരിച്ചുള്ള പ്രതികരണത്തിന് അല്ലെങ്കിൽ നന്ദിക്ക് 100% അർഹരായത് നമ്മുടെ ജന്മത്തിന് ഉത്തരവാദികളായ നമ്മുടെ മാതാപിതാക്കളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉഖൂഖ് എന്നാണ്, ആ ബിർറ് പാലിക്കാത്തതിനെ കുറിച്ച് അള്ളാഹുവിന്റെ ദീൻ ഉപയോഗിച്ച പദങ്ങളൊക്കെ. ഉഖൂഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഖ് എന്ന് പറഞ്ഞാൽ അത് നിരുപാധികം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ച. എന്താ പദത്തിന്റെ അർത്ഥം തന്നെ? അക്ക എന്ന് പറഞ്ഞാൽ പിച്ചി ചീന്തുക എന്നാണ് വാക്കിന്റെ അർത്ഥം തന്നെ. സുബ്ഹാനല്ലാഹ്, അക്ക എന്ന് പറഞ്ഞാൽ മസ്സക്ക എന്നൊക്കെയാണ്, പിച്ചി ചീന്തി. അതായത് പിതാവിന്റെ അല്ലെങ്കിൽ മാതാവുമായിട്ടുള്ള ബന്ധത്തെ പിച്ചി ചീന്തലാണ് അവർക്കെതിരെ ചെയ്യുന്ന ഓരോന്നും, ഓരോ ശ്വാസവും. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ചില പണ്ഡിതന്മാർ പറയുന്നത് ഉഫ് എന്ന് പറഞ്ഞാൽ അതൊരു വാക്കല്ല, അത് വായിലൂടെ പോകുന്ന ഒരു സൗണ്ട് മാത്രമാണ്, ഒരു വായു മാത്രമാണെന്നാണ്. ഉഫ് എന്ന് പറയുമ്പോ നാവിന് പ്രത്യേകിച്ച് ഒരു പണിയില്ല, അത് തൊണ്ടയിൽ നിന്ന് ആ എന്ന് പുറപ്പെട്ടു പിന്നെ ഒരു എന്നുള്ള വായിലൂടെ പോകുന്ന ആ വായു മാത്രമാണ്. ആ വായു കൊണ്ടുപോലും ചില മുഫസ്സിരിങ്ങൾ പറയണം, വായു നാവിൽ നിന്ന് പോകുന്ന ആ ശ്വാസം കൊണ്ടുപോലും മാതാപിതാക്കളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. ഫകൈഫ ബിലഫ്ളിൻ ഔ കലാമിൻ, അപ്പൊ ഒരു ഉച്ചാരണം കൊണ്ട്, ഒരു വാക്ക് ഉച്ചരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു വാചകം കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ അതിന്റെ അപ്പുറമുള്ള അക്രമം പോലത്തെ കാര്യങ്ങൾ, അൽഅയാദു ബില്ലാ. അതുകൊണ്ട് അപ്പൊ അത്രയും കണിശമായിട്ടാണ് ഉഖൂഖിനെ അള്ളാഹുവിന്റെ ദീൻ പരിചയപ്പെടുത്തുന്നത്. വളരെ വിശദമായിട്ട് അള്ളാഹു പറയും. നമുക്കൊക്കെ അറിയുന്ന ആയത്തുകളായതുകൊണ്ട് ആയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഉഖൂഖ് എന്ന് പറയുന്നത് ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ എല്ലാം നശിപ്പിച്ചു കളയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഹ്ഫദ് വുദ്ദ അബീക, നീ നിന്റെ പിതാവിന്റെ സ്നേഹത്തെ നീ നിലനിർത്തണം. ലാ തഖ്തഅഹു ഫയുത്ഫിഉല്ലാഹു നൂറക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പിതാവുമായിട്ടുള്ള സ്നേഹത്തെ നീ നിലനിർത്തണം. ലാ തഖ്തഅഹു, നീ അതിനെ മുറിച്ചു കളയരുത്. ഫയുത്ഫിഉല്ലാഹു നൂറക്, അള്ളാഹു നിന്റെ നൂറിനെ കെടുത്തി കളയും. നിന്റെ മുഖത്ത് നോക്കിയാലും, നിന്റെ പെരുമാറ്റത്തിലും, നിന്റെ ജീവിതത്തിലും, നിന്റെ ഇടപാടുകളിലും ഒക്കെ എവിടെയോ ഒരു അന്ധകാരം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ നിനക്ക് അനുഭവപ്പെടും. എന്ത് ചെയ്താൽ? പിതാവുമായിട്ടുള്ള അല്ലെങ്കിൽ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം നീ സ്നേഹപൂർവ്വം നിലനിർത്തിയിട്ടില്ലെങ്കിൽ, അവരുമായിട്ടുള്ള സ്നേഹത്തിന്റെ ആ ബന്ധത്തെ നീ ഊട്ടിയുറപ്പിച്ചിട്ടില്ലെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ, ഇഹ്ഫദ് വുദ്ദ അബീക, പിതാവിന്റെ സ്നേഹത്തെ നീ കാത്തു സൂക്ഷിക്കുക. ലാ തഖ്തഅഹു, അതിനെ നീ മുറിച്ചു കളയരുത്. ഫയുത്ഫിഉല്ലാഹു നൂറക്, സുബ്ഹാനല്ലാഹ്, അള്ളാഹു നിന്റെ നൂറിനെ തന്നെ കെടുത്തിക്കളയും. വലിയ മറ്റു അമലുകളെ പോലെ അല്ലെങ്കിൽ മറ്റു കർമ്മങ്ങളെ പോലെ ചെയ്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ച ശിക്ഷയുണ്ട് എന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ഏറ്റവും വലിയ പാപം എന്തെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അൽ ഇശ്റാഖു ബില്ലാഹ് വ ഉഖൂഖുൽ വാലിദൈൻ. സുബ്ഹാനല്ലാഹ്, ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ഒന്നാമത് ശിർക്ക് ചെയ്യലാണ്, രണ്ടാമത് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഉപദ്രവം ചെയ്യലാണ് അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കലാണ്. ശിർക്ക് ഏറ്റവും വലിയ കബീറത്ത്. കള്ളു കുടിക്കലോ തമ്മാടിത്തം ചെയ്യലോ മറ്റു ആളുകളെ കൊന്നൊടുക്കലോ ഒക്കെ പറയുന്നതിന് പകരം അള്ളാഹുവിന്റെ റസൂല് ചേർത്ത് പറഞ്ഞത് അൽ ഇശ്റാഖു ബില്ലാഹി വ ഉഖൂഖുൽ വാലിദൈൻ. ഒന്നാമത് നമ്മൾ പറഞ്ഞത് അള്ളാഹു നമ്മുടെ നൂറിനെ കെടുത്തിക്കളയും, പിതാവുമായിട്ടുള്ള ബന്ധം സ്നേഹബന്ധമല്ലാതെ മാറിയാൽ.
മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മൾ ദുനിയാവിൽ നിസ്സാരനാവുമെന്നാണ്. റഗിമ അൻഫുൻ സുമ്മ റഗിമ അൻഫു സുമ്മ റഗിമ അൻഫു ഖീല മൻ യാ റസൂലല്ലാഹ് ഖാല മൻ വജദ അബവൈഹി അലൽ കിബരി സുമ്മ ലം യുദ്ഖിലാഹുൽ ജന്ന. മാതാപിതാക്കളെ അവൻക്ക് വാർദ്ധക്യ സമയത്ത് ലഭിക്കുകയും അങ്ങനെ അവര് കാരണമായിട്ട് അവന് സ്വർഗം ലഭിക്കാത്തൊരു സാഹചര്യവും വന്നാൽ അവൻ നിസ്സാരനാണ്. റഗിമ അൻഫു, അവന്റെ മുഖം മണ്ണിൽ തൊടട്ടെ എന്ന് പറഞ്ഞാൽ അവനൊന്നിനും കൊള്ളാത്തവനാണ്. പ്രായമുള്ള വാർദ്ധക്യത്തിലെത്തിയ അസുഖങ്ങളുള്ള അല്ലെങ്കിൽ ക്ഷീണിതരായ മാതാപിതാക്കളുള്ള ആളുകൾക്ക് സ്വർഗം ലഭിച്ചിട്ടില്ലെങ്കിൽ അവർ നിസ്സാരരാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മിമ്പറിൽ കയറുമ്പോ ആമീൻ 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 എന്ന് 3 തവണ പറഞ്ഞു. നമ്മൾ വർഷങ്ങളായി കേൾക്കുന്ന ഹദീസാണ്. എന്താണ് അതിലൊന്ന്? സ്വന്തം മാതാപിതാക്കളെ വാർദ്ധക്യ സമയത്ത് ലഭിക്കുകയും അങ്ങനെ അവർ കാരണമായിട്ട് അവനക്ക് സ്വർഗം ലഭിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം അവന് ലഭിക്കാതിരിക്കട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തപ്പോ ഞാൻ ആമീൻ പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. ഇത്രമാത്രം വലിയ ഗൗരവമുള്ള ഘടകമായിട്ടാണ്, കാര്യമായിട്ടാണ് അള്ളാഹുവിന്റെ ദീന് മാതാപിതാക്കളുള്ള കടപ്പാടിനെ ഉയർത്തി കാണിക്കുന്നത്. അപ്പോ ദുനിയാവിൽ നിസ്സാരനായി തീരട്ടെ എന്നാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ദുആ. അതേപോലെ തന്നെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ ലഭിക്കുന്ന ഒന്നാണ്. മാമിൻ ദംബിൻ ഉജ്ജില ഉഖൂബതുഹു ഫിദ്ദുനിയ ഖബ്ല അൽ-ആഖിറതി മിസ്ല ഖതിഅത്തിർ റഹം വഅഖൂഖിൽ വാലിദൈൻ. കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്നതിനേക്കാളും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാളും ഈ ലോകത്ത് തന്നെ ശിക്ഷ ലഭിക്കാൻ പ്രേരകമായ കാരണമായ മറ്റൊരു ശിക്ഷയും കുറ്റവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ, അവരെ ഇഷ്ടത്തിന് എതിര് നിന്നാൽ, അല്ലെങ്കിൽ അവർക്ക് വിഷമമുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകത്ത് വെച്ച് തന്നെ അതിന്റെ ശിക്ഷകൾ ലഭിക്കും. 3-ാമത്തെ കാര്യം. 4-ാമത്തത് നുസൂലുൽ മസാഇബ്. ഇതൊക്കെ ആർക്കാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ കള്ളുകൂടി, തെമ്മാടി, നമ്മളൊക്കെ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ നമ്മളൊക്കെ നമ്മളെക്കുറിച്ച് നല്ലവരാണെന്ന് ധരിക്കുന്ന ആളുകളാണ്. ഈ ദാനധർമ്മങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾക്കും വരാവുന്ന ഒന്ന് തന്നെയാണ് ഇത് മാതാപിതാക്കളെ വെറുപ്പിക്കുക എന്നുള്ളത്. നമുക്കൊക്കെ അറിയുന്ന ചരിത്രമാണ് മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ബനി ഇസ്രായേലിൽപ്പെട്ട ആബിദായ മനുഷ്യനായിരുന്നു, അല്ലെ? അദ്ദേഹം മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കറാമത്തുകളൊക്കെ കാണിച്ച സംഭവങ്ങള് നമ്മൾ കേട്ടതാണ്. വിശദമായ കഥ പറയാൻ സമയമില്ല. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു അവസാനം അപമാനിതനായത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിനെതിരെ മാതാവിന്റെ ദുആ വന്നതുകൊണ്ടാണ്. മാതാവ് 3 തവണ വന്ന് വിളിച്ചപ്പോഴും അദ്ദേഹം ഇബാദത്തിലായിരുന്നു. ഇബാദത്തില് പ്രത്യേകം ഒരു സൗമാഹത്തൊക്കെ ഉണ്ടാക്കി, ഒരു പർണശാല ഉണ്ടാക്കി, അതിൽ അള്ളാഹുവിന്റെ ഇബാദത്തിന് മാത്രമായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥനാനിരതനായി നിൽക്കുമ്പോഴാണ് ഉമ്മ വന്ന് വിളിക്കുന്നത്. അദ്ദേഹം ചിന്തിച്ചു, എന്റെ ഉമ്മ വിളിക്കുന്നു, എന്റെ റബ്ബിനോടുള്ള നിസ്കാരം, ഇതിലേതിനാണ് പ്രാധാന്യം? എന്തായാലും നിസ്കാരത്തിന് തന്നെ എന്ന് അദ്ദേഹം സ്വയം തീരുമാനിച്ചു. 2-ാമത്തെ തവണയും ഇതുപോലെ നിസ്കാരത്തിലിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഉമ്മയുടെ വിളി വരുന്നത്. എന്റെ ഉമ്മയാണോ നിസ്കാരമാണോ വലുത്? അല്ല, നിസ്കാരം തന്നെ വലുത് അദ്ദേഹം തീരുമാനിച്ചു. 3-ാമതും ഇത് സംഭവിച്ചപ്പോ വിഷമിച്ച മാതാവ് ദുആ ചെയ്തു, അല്ലാഹുവേ, എന്റെ മകനെ ഞാൻ 3 തവണ വിളിച്ചിട്ടും അവൻ ഉത്തരം ചെയ്തില്ല. അവനെ നീ ഏതെങ്കിലും ഒരു തെമ്മാടിയായ സ്ത്രീയുടെ മുഖം കാണിച്ചിട്ടല്ലാതെ മരിപ്പിക്കരുത് എന്ന് ദുആ ചെയ്തു. ഹദീസിലുള്ളതാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തില് വളരെ വലിയൊരു പരീക്ഷണമായി, വലിയൊരു വ്യഭിചാരത്തിൽ ജനിച്ച ഒരു കുട്ടിയുടെ പിതൃത്വം അദ്ദേഹത്തിൽ ആരോപിക്കപ്പെടുകയും അതല്ല എന്ന് തെളിയിക്കേണ്ട വലിയൊരു പരീക്ഷണത്തിന്റെ ഘട്ടം വന്നപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചു. അവസാന ഘട്ടത്തിൽ അങ്ങനെ ആ കുട്ടി സംസാരിച്ചു, എന്റെ പിതാവ് എന്നെ ആട്ടിടയനാണെന്ന് പറയുകയും അങ്ങനെ ജുറൈജ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുകയും ചെയ്തു. സംഭവം. പക്ഷെ അതിൽ നിന്നുള്ള പാഠം എന്താണ്? പാഠം മാതാവിന്റെ വിളിക്കാണോ അള്ളാഹുവിന്റെ വിളിക്കാണോ ഉത്തരം ചെയ്യേണ്ടത് എന്ന ആശങ്കയിൽ അല്ലെങ്കിൽ സംശയത്തിൽ മഹാനവറുകള് ആ വിളിക്കുത്തരം നൽകാതെ മാതാവിനെ അവഗണിച്ചതുകൊണ്ട് ഒരു മുസീബത്ത് വന്നു. അപ്പോ ആബിദീങ്ങൾക്ക് പോലും മാതാവിന്റെ വിളിക്കുത്തരം ചെയ്യാത്തത് കൊണ്ട് മുസീബത്തുകൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു എന്നർത്ഥം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സൂഉൽ ഖാത്തിമത്ത്. സൂഉൽ ഖാത്തിമത്ത്, അവസാനം മോശമായി പോവുക എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ച്, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയപ്പാടുള്ള ഒന്നാണ്. നമുക്ക് നമ്മുടെ നാവ് വഴങ്ങാതിരിക്കുന്ന ഒരു സമയം, നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ള, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ നാവ് നമുക്ക് വഴങ്ങേണ്ടത് എപ്പോഴാണ്?
അവസാന ഘട്ടത്തിലാണ്. നമ്മ ജീവിതത്തോട് വിട പറയുമ്പോ, ഈ ലോകത്തോട് വിട പറയുമ്പോ, അള്ളാഹുവിന്റെ ലിഖാഇന് വേണ്ടി നമ്മുടെ റൂഹ് നമ്മിൽ നിന്ന് നമ്മുടെ ശരീരത്തോട് വേർപിരിയുമ്പോഴാണ് നമുക്ക് നാവ് വഴങ്ങേണ്ടത്. ആ സമയത്ത് നമുക്ക് നാവ് വഴങ്ങാതിരിക്കുക എന്നത് ഏറ്റവും വലിയ ഒരു പരീക്ഷണമാണ്. നമ്മളിപ്പോ എപ്പോഴും കേൾക്കുന്ന, പലതവണ പല പ്രഭാഷണങ്ങളിലൊക്കെ കേട്ട ചരിത്രമാണ് അൽഖമാ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അൽഖമാ റളിയല്ലാഹു അൻഹുവിന് അവസാന ഘട്ടത്തിൽ ഷഹാദത്ത് ഉച്ചരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അന്വേഷിച്ചത് എന്താ? അദ്ദേഹത്തിന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോന്നാ അന്വേഷിക്കാനാ പറഞ്ഞു. ഉണ്ടെന്ന് പറഞ്ഞപ്പോ കഴിയുമെങ്കിൽ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയൂ എന്ന് പറഞ്ഞ് നബി തങ്ങൾ അറിയിക്കുകയും അങ്ങനെ നബി തങ്ങൾ അങ്ങോട്ട് ചെന്നു. അങ്ങനെ ചുരുക്കി പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് മകനോട് വല്ല പ്രയാസമുണ്ടോ, മാനസികമായ വല്ല ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് ചോദിച്ചപ്പോ മഹാനായ അൽഖമാ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് പറഞ്ഞു, പിന്നെ എനിക്ക് പല സമയത്തും എന്റെ മകൻ അവന്റെ ഭാര്യക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്, മകൻക്ക് ഉമ്മയായ എനിക്കല്ല പ്രാധാന്യം നൽകിയിരുന്നത്, അതുകൊണ്ട് എന്റെ മനസ്സിൽ ചെറിയ അസ്വസ്ഥതയുണ്ടെന്ന് പറഞ്ഞപ്പോ തീ കൂട്ടാനും അങ്ങനെ അൽഖമാ റളിയല്ലാഹു അൻഹുവിനെ ആ തീയിലേക്ക് എറിയാനൊക്കെ കൽപ്പിക്കുകയും അത് കണ്ട് വിഷമിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പ്രീതിയില്ലാതെ നിങ്ങളുടെ മകൻ ഈ രീതിയിൽ മരണപ്പെട്ടാൽ ഇതിലേറെ ഭയാനകമായ തീയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോ ആ മാതാവ് പറഞ്ഞു, എന്റെ മകന് ഞാൻ എല്ലാം പുറത്തു കൊടുത്തിരിക്കുന്നു, നിങ്ങൾ അതിന് സാക്ഷിയാവണമെന്ന് പറയുക. അങ്ങനെ മാതാവ് പുറത്തു കൊടുത്തതോടുകൂടി അദ്ദേഹം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ചൊല്ലി മരണപ്പെട്ടു എന്നതൊക്കെ നമ്മൾ കേട്ട ചരിത്രങ്ങളാണ്. അപ്പോ സൂഉൽ ഖാത്തിമത്തിന് അവസാനം മോശമായി പോകുക എന്ന് പറയുന്നത് വളരെ ഭയപ്പെടേണ്ട കാര്യം. അതിന് കാരണമാണ് ഉഖൂഖ്. നമ്മൾ ഉഖൂഖിന്റെ വിശദമായ വശങ്ങളിലേക്ക് വരും. എന്താണ് മാതാപിതാക്കളെ വെറുപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ആദ്യം അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയാമെന്ന് മാത്രം. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മുടെ നൂറിനെ അള്ളാഹു കെടുത്തിക്കളയും, ദുനിയാവിൽ അള്ളാഹു നമ്മെ നിസ്സാരനാക്കും, നമ്മളെന്തെങ്കിലും ചെയ്താൽ അതിന്റെ ശിക്ഷ ഈ ലോകത്ത് വെച്ച് തന്നെ ലഭിക്കും. അതുപോലെ എത്ര വലിയ ആബിദാണെങ്കിലും ഒരു പക്ഷേ അള്ളാഹു വലിയ വലിയ പരീക്ഷണങ്ങൾ കൊണ്ട് ചാടിക്കും. അതേപോലെ തന്നെ നമ്മുടെ ആഖിബത്ത് പോലും മോശമാകാൻ അല്ലെങ്കിൽ അത് തുലാസിലാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ നമ്മൾ ഭയപ്പെടേണ്ട ഒന്നാണ്, നമുക്കെതിരെ വരുന്ന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാനും ഉഖൂഖ് കാരണമാകും. മാതാപിതാക്കളെ ഒരു നിമിഷം വെറുപ്പിച്ചാൽ, അവരുടെ കോപത്തിന് കാരണമായ വല്ല പ്രവർത്തനമോ വാക്കോ നമ്മിൽ നിന്നുണ്ടായാൽ, വല്ല തീരുമാനങ്ങളൊക്കെ ഉണ്ടായാൽ, അവരൊന്ന് നമുക്കെതിരെ കൈ ഉയർത്തിയാൽ അത് അള്ളാഹു തട്ടുകയില്ല എന്ന് സഹിഹായ ഹദീസാണ്. സലാസുൻ ലാ തുറദ്ദു ദഅവതുഹും, മൂന്നാളുകളുടെ പ്രാർത്ഥന ഒരിക്കലും തട്ടപ്പെടുകയില്ല. അതിൽപ്പെട്ട ഒന്നാണ് മുസാഫിർ, ഒന്നാണ് മദ്ലൂം, മറ്റൊന്നാണ് ദഅവത്തുൽ വാലിദി അലാ വലദിഹി. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദഅവത്തുൽ വാലിദി അലാ വലദി, ഒരു പിതാവ് മകനെതിരെ കൈ ഉയർത്തിയാൽ ആ പ്രാർത്ഥനയുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ യാതൊരു മറയുമില്ല എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒന്നാണ്. വളരെ ഗുരുതരമായ ഒന്നാണ്. ഇതൊക്കെ ദുനിയാവിൽ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്ന 6 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതേപോലെ നാളെ പരലോകത്ത് ഇതിലേറെ ഭയാനകമായ രംഗങ്ങളാണ് നമുക്ക് വരാനുള്ളത്. ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ. 3 വിഭാഗത്തെ പറഞ്ഞുകൊണ്ട് അള്ളാഹു റസൂല് പറയാണ്, അവര് 3 വിഭാഗത്തിലേക്കും നാളെ അള്ളാഹു നോക്കുകയില്ല. വലാ യുസക്കീഹിം, അവരെ കുറിച്ച് നല്ലതൊന്നും അള്ളാഹു പറയുകയുമില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വലിയ ശിക്ഷയുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അൽ ആഖുലി വാലിദൈഹി, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ച ആളുകൾ. വൽമർഅത്തുൽ മുതറജ്ജില, ചില റിവായത്തുകളിൽ കാണാം, പുരുഷന്മാരെ പോലെ ജീവിക്കുന്ന അല്ലെങ്കിൽ അവരെ പോലെ വേഷം ധരിക്കുന്ന, അവരെ പോലെ പെരുമാറുന്ന സ്ത്രീകള്. അതേപോലെ വദ്ദയൂസു, ഭാര്യ എന്ത് തമ്മാടിത്തം ചെയ്താലും അതിനൊക്കെ മൗനം സമ്മതമായി അതിനൊക്കെ സമ്മതം കൊടുക്കുന്ന ഭർത്താവ്. ഇത്തരം 3 ആളുകളിലേക്ക് അള്ളാഹുവിന്റെ നോട്ടം ഖിയാമത്ത് നാളിൽ ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, അവർക്ക് വലഹും അദാബുൻ അലീം, അവരൊക്കെ നന്മ ചെയ്തവരാകാം, പള്ളിയിൽ വരുന്നവരാകാം, സൽക്കർമ്മങ്ങളിൽ മുന്നിലുള്ളവരാകാം. പക്ഷേ മാതാപിതാക്കളും അവരും തമ്മിലുള്ള ബന്ധം എടുത്ത് പരിശോധിക്കുമ്പോൾ പലപ്പോഴും മാതാവ് ദുഃഖിതയായിരിക്കാം, പിതാവ് ഇദ്ദേഹത്തെക്കുറിച്ച് നല്ല അഭിപ്രായമില്ലാത്തവനായിരിക്കാം, എല്ലാം സഹിച്ചും ക്ഷമിച്ചുമൊക്കെ ജീവിക്കുന്ന പിതാക്കളായിരിക്കാം. ആ വശങ്ങളിലേക്കൊക്കെ പോവാണെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ച് ജീവിക്കുന്ന മക്കൾ ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഭാര്യയുടെ കുശുമ്പും ഭാര്യയിൽ നിന്ന് കേൾക്കുന്ന ചെറിയ ചെറിയ കല്യാണ മന്ത്രങ്ങളും ഒക്കെ കേട്ട് മാതാവിനെ തള്ളിപ്പറയുന്ന, മാതാവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന, മാതാവിന്റെ സൗകര്യങ്ങൾ വെട്ടിച്ചുരുക്കുന്ന, മാതാവിന്റെ ചെലവ് പോലും ചുരുക്കുന്ന മക്കൾ കാണാൻ കഴിയുന്ന, മക്കൾ
വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിന്ന്. അപ്പൊ അതുകൊണ്ട് എവിടെയൊക്കെ നമ്മളൊക്കെ ഒരു പക്ഷേ പല വിഷയത്തിലും സജീവമായിരിക്കും, പല രംഗത്തും നമ്മുടെ സജീവ സാന്നിധ്യം ഉണ്ടാവാം. പക്ഷേ നമ്മളും മാതാവും തമ്മിലുള്ള ആ ഹോട്ട്ലൈൻ പലപ്പോഴും ഡെഡായി പോവാറുണ്ട്. പലപ്പോഴും ആ മേഖലയിൽ നമ്മുടെ ശ്രദ്ധ പതിയാതിരിക്കാറുണ്ട്. അവിടേക്കൊക്കെ നമ്മുടെ സജീവ ശ്രദ്ധ പതിയണം എന്ന ഏക ഉദ്ദേശം മാത്രമാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ടുള്ളത്. പ്രവാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഹക്കുകളും നമ്മൾ വീട്ടുന്ന കൂട്ടത്തിൽ മാതാപിതാക്കളോടുള്ള ഹക്കുകൾ വീട്ടുന്നതിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾ ചെയ്താൽ പരിഹരിക്കപ്പെടൂല. എന്റെ അനിയൻ ചെയ്യുന്നത് കൊണ്ട് ഞാനും രക്ഷപ്പെടും, അതൊരു ഫർള് കിഫായായ കാര്യമില്ല. ഓരോ മകനും ഓരോ മകൾക്കും ഒരുപോലെ കടപ്പാടുള്ള ഒന്നാണ് ഹുഖൂഖുൽ വാലിദൈൻ. കാരണം അവർ ഓരോരുത്തരും വെവ്വേറെ പ്രസവിച്ചതാണ്. ഒരു പ്രസവത്തിൽ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒക്കെ ഓരോ കുട്ടിക്കും ഒരേ റിസ്ക്കാണ് ഓരോ പിതാവും മാതാവും എടുത്തിട്ടുള്ളത്. അവർക്കൊക്കെ അതുകൊണ്ടാണ് ഉമ്മുക്ക 3 തവണ മൻ അഹഖുന്നാസി ബിഹുസ്നി സഹാബത്തി. ഞങ്ങളൊന്ന് ഓർത്തു നോക്കുക, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞ ആ ഒരു ചോദ്യം എന്താ? ഞാൻ ആരോടാണ് ഏറ്റവും നന്നായി സഹവസിക്കേണ്ടത് എന്നാണ്. മൻ അഹഖുന്നാസി ബിഹുസ്നി സഹാബത്തി. ഞാൻ ഏറ്റവും നന്നായി സഹവാസം, മാതാപിതാക്കളുമായി സഹവസിക്കാൻ ആളുകൾക്ക് സമയമില്ല. അവരുടെ കൂടെ അല്പം സമയം ചെലവഴിക്കാൻ, അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ, അവരുടെ സുഖവും സന്തോഷവും നർമ്മവും ഒക്കെ ആസ്വദിക്കാൻ അതിനൊന്നും നമുക്ക് സമയമില്ല. സുഹ്ബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അല്പസമയമെങ്കിലും അവരുടെ കൂടെ ചെലവഴിക്കണം എന്നാണ്. വസാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫൻ. അവരുടെ കൂടെ നീ ദുനിയാവില് നല്ല രീതിയിൽ പെരുമാറണം. അത് കാഫിരീങ്ങളായ മാതാപിതാക്കളാണെങ്കിൽ പോലും വസാഹിബുഹുമ, അവരോട് പെരുമാറുന്ന വിഷയത്തിൽ, അവരുടെ കൂടെ കഴിയുന്ന വിഷയത്തിൽ, അവരുടെ സഹവാസം, ഒറ്റപ്പെടുത്തല്, ഏതെങ്കിലും ഒറ്റപ്പെടുത്തി അവരുടെ കാര്യങ്ങൾ നടന്നു പോവുക എന്ന കേവലമായ ഭൗതികമായ ആവശ്യ നിർവഹണങ്ങളല്ല, മറിച്ച് അവർക്ക് മെന്റൽ സപ്പോർട്ട്, അവർക്ക് ഫിസിക്കൽ സപ്പോർട്ട്, ഫൈനാൻഷ്യൽ സപ്പോർട്ട്, എന്തൊക്കെ രീതിയിൽ മക്കളെ കൊണ്ടുണ്ടാവുന്ന സന്തോഷങ്ങൾ, പേരക്കുട്ടികളുണ്ടാവുന്ന സന്ദേശങ്ങൾ, ഇതൊക്കെ നമ്മളൊക്കെ ഒരുപോലെ ചെയ്യാൻ കടപ്പെട്ടവരാണ്. നമ്മുടെ ഭാഗത്തുനിന്നൊക്കെ ആ മേഖലയിൽ വീഴ്ച വരുന്നോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് നമ്മളിതൊക്കെ സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ. മാതാപിതാക്കളുടെ പ്രീതി ലഭിച്ച മക്കളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ. മാതാപിതാക്കളുടെ പ്രീതിയിലാണ്, തൃപ്തിയിലാണ് അല്ലാഹുവിന്റെ തൃപ്തി എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരെ പ്രീതിപ്പെടുത്തിയെങ്കിലേ നമ്മുടെ പരലോകം വിജയിക്കുള്ളൂ. നമ്മളെപ്പോഴും പറയുന്ന ഒന്നാണ്, മാതാവിന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം. അത് കാലിൻ ചുവട്ടിലാണെങ്കിൽ നമ്മള് മാതാവിന്റെ കാലിനോളം നമ്മൾ താഴണം. ആ രീതിയിൽ നമ്മൾ മാതാവിന് പാദസേവ തന്നെ ചെയ്യണം. മാതാവിന് പാദസേവ എന്ന വാക്ക് ഏതെല്ലാം അതിന്റെ അർത്ഥങ്ങളിലേക്ക് നിങ്ങൾക്ക് എടുത്തുകൊണ്ടുപോകാൻ പറ്റുമോ ആ അർത്ഥത്തിലൊക്കെ മാതാവിനെ സേവനം ചെയ്ത് തൃപ്തിപ്പെടുത്തിയെങ്കിൽ മാത്രമേ യഥാർത്ഥത്തില് നമ്മള് ആ സ്വർഗത്തിന് അവകാശിയായി തീരുള്ളൂ എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതേപോലെ നമ്മുടെ സ്വർഗപ്രവേശനം വൈകാൻ കാരണമാണ് യഥാർത്ഥത്തിൽ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ച ആളുകളെ അള്ളാഹു അവസാനമേ സ്വർഗത്തിൽ കടത്തുള്ളൂ എന്നാണ്. സ്വർഗത്തിൽ കടക്കാൻ അവൻ അർഹനാണെങ്കിൽ മുഴുവൻ ആളുകളുടെ ഇടയിൽ വിധി പറഞ്ഞിട്ട് അള്ളാഹു മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ച ആളെ സ്വർഗത്തിൽ കടത്തുള്ളൂ എന്ന്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് മഹാന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ മാതാപിതാക്കളോടുള്ള സ്നേഹം അല്ലെങ്കിൽ കടപ്പാടിനെ അവരൊക്കെ അത്രമാത്രം വലിയ സംഭവമായിട്ടാണ് അവരൊക്കെ കണ്ടിരുന്നത്. നിങ്ങളൊന്ന് ഓർത്തു, ഈ ഉഖൂഖ് എന്നുള്ള വാക്കിനെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, പിച്ചി ചീന്തുകയെന്ന്. ഈ അഖീഖത്ത് എന്നുള്ള ഉണ്ടായതും ഈ ഒരു പദത്തിന്റെ മൂലത്തിൽ നിന്ന് തന്നെയാണ്. ഉഖൂഖ് എന്നുള്ള വാക്കും അഖീഖ എന്നുള്ള വാക്കും പരസ്പരം വളരെ ബന്ധപ്പെട്ടതാണ്. മഹാന്മാർ പറയുന്നത് ഈ ഉഖൂഖ് ഭാവിയിൽ മക്കൾ മാതാപിതാക്കൾക്ക് ഉപദ്രവം ചെയ്യുന്നവരാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ അഖീഖ എന്നുള്ള വാക്ക് വന്നത്. അഖീഖത്ത് പറഞ്ഞാൽ കുട്ടികൾ പ്രസവിച്ചാൽ അവരുടെ 7ന്റെ അന്ന് അല്ലെങ്കിൽ 14ന്റെ അന്നൊക്കെ നമ്മൾ ഇറക്കുമല്ലോ. ഈ ഇറക്കുന്നതിന് നമ്മൾ അഖീഖത്ത് ഇറക്കുന്ന പറയാം. ഈ അഖീഖത്ത് ഇറക്കുന്നത് ഭാവിയിൽ അവൻ ആഖ് ആവാതിരിക്കാനാണ്. അങ്ങനെ ഒരു തഫാഉലാണ് ആ വാക്കിന്റെ പിന്നിലുള്ളത്. സുബ്ഹാനല്ലാഹ്. ഭാവിയിൽ മക്കൾ നമ്മൾക്ക് ഗുണം ചെയ്യുന്നവരാകണമെങ്കിൽ നമ്മൾ അഖീഖത്ത് ഇറത്തുകൊള്ളണം എന്ന് ചില മഹാന്മാര് നിരീക്ഷിച്ചത് എനിക്ക് വായിക്കാൻ സാധിച്ചു. അപ്പൊ അത്രമാത്രം വാക്കുകളിൽ പോലും അതിന്റെ പവിത്രതയും അതേപോലെ അതിന്റെ ഗൗരവവും നിലനിർത്തുന്ന ഒന്നാണ് ഉഖൂഖ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോ മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹിബ്നു
ഉമർ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ജീവിതത്തിലെ ഒരു സംഭവം ഒരു പക്ഷെ നിങ്ങളൊക്കെ കേട്ട് കാണും. അദ്ദേഹം ഒരിക്കലും മക്കയിലൂടെ നടന്നു പോകുമ്പോൾ അറാബിയായ ഒരു സഹോദരനെ കണ്ടു. ഈ അറാബിയെ കണ്ടപ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങുകയും അദ്ദേഹത്തിന് സലാം പറയുകയും എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ ഈ കഴുതയുടെ പുറത്ത് നിങ്ങൾ കയറിക്കൊള്ളൂ എന്ന് പറഞ്ഞ് തന്റെ തലയിലുണ്ടായിരുന്ന തലപ്പാ വഴിച്ച് ഈ അറാബിക്ക് കെട്ടിക്കൊടുക്കുകയും അങ്ങനെ അദ്ദേഹത്തെ യാത്രയാക്കുകയും ചെയ്തു. ഈ രംഗം കണ്ടുകൊണ്ട് എന്താണ് സൗണ്ടിന് വല്ല പ്രശ്നമുണ്ടോ? എന്താണ് ഇല്ല ഓക്കെ. ഈ അറാബിയോടുള്ള ഈ അമിതമായ സ്നേഹവും ബഹുമാനവും കണ്ടപ്പോ പല ആളുകളും ചോദിച്ചു, അല്ല അബ്ദുല്ലാ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ അറാബിയോട് അദ്ദേഹത്തിന് നിങ്ങളുടെ വാഹനത്തെ കൊടുക്കുന്നു, നമ്മളിപ്പോ ഒരു ബൈക്കുമേൽ പോകുമ്പോ നിങ്ങൾ ബൈക്കായിട്ടാണ് പോയിക്കോളി എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വാഹനം നിങ്ങളിത് കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞാൽ തലയിലുള്ള തലയെക്കെട്ട് അഴിച്ചു കൊടുത്തത് കണ്ടപ്പോ വലിയ അത്ഭുതം തോന്നിയിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനോട് ചോദിച്ചു, അല്ല നിങ്ങളൊരു അറാബിക്ക് കുറച്ചു കൊടുത്താൽ പോലെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അറാബി, എന്തെങ്കിലും ഇർലാബിൽ യസീർ കൊണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, അങ്ങനത്തെ ആൾക്ക് നിങ്ങൾ എന്തിനാണ് ഒരു വാഹനവും അതുപോലെ തന്നെ തലകെട്ട് അഴിച്ചു കൊടുത്തെന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞ മറുപടി, ഇന്ന അബാ ഹാദാ കാന വുദ്ദൻ ലിഉമർ ഇബ്നുൽ ഖത്താബ്, ഇയാൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇദ്ദേഹത്തിന്റെ പിതാവ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരനായിരുന്നു, പരിചയക്കാരനായിരുന്നു, സ്നേഹിതനായിരുന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കേട്ടിട്ടുണ്ട്, ഇന്ന അബറൽ ബിർരി സിലത്തുൽ വലദി അഹ്ല വുദ്ദി അബീഹ്, ഏറ്റവും നല്ല ഗുണമെന്ന് പറയുന്നത് ഒരു മകൻ തന്റെ പിതാവിന്റെ സുഹൃത്തുക്കൾക്ക് അവരോട് കാണിക്കുന്ന സ്നേഹമാണ്, അല്ലെങ്കിൽ ബന്ധം ചേർക്കലാണ്. അതിനോളം പുണ്യമായ മറ്റൊരു കർമ്മവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ പിതാവ്. അതൊക്കെ ഇപ്പൊ ഇയാള് പരസ്പരം അറിഞ്ഞോളണമെന്ന് പോലും ഇല്ലല്ലോ. ഇതിങ്ങനെ ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഇതെന്നും ആ ബന്ധം നിലനിർത്തൽ അനിവാര്യമാണെന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ കൊടുത്തില്ലെങ്കിൽ മോശമാണെന്ന് അറിഞ്ഞിട്ടല്ല, ഇത് കൊടുക്കുന്നത് സ്വന്തം വാഹനവും തന്റെ അടയാളമായ തലയെക്കെട്ടാണ് അഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ അത്രമാത്രം പിതാവിനോടുള്ള സ്നേഹം നിലനിർത്തുന്നത് കൊണ്ടാണല്ലോ പിതാവിന്റെ സുഹൃത്തുക്കളോടുള്ള കടപ്പാടൊക്കെ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കപ്പെടുന്നത് അവിടെ. സുബ്ഹാനല്ലാഹ്. മഹാനായ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു സഹാബികളുടെ ജീവിതത്തിൽ ഇതുപോലെ ചില ഏടുകൾ ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയാണ്. ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകള് ബദറിലൊക്കെ പങ്കെടുത്ത വലിയ മഹാനായ പണ്ഡിതൻ സഹാബി വര്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ച സമയത്ത് മിഅ്റാജിന്റെ ആ ദിവസത്തിൽ ഞാൻ സ്വർഗത്തിൽ ചെന്നപ്പോൾ അവിടെ ഞാൻ ഖുർആൻ ഓതുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ അന്വേഷിച്ചു ഇത് ആരുടെ ഓത്താണെന്ന് ചോദിച്ചപ്പോ മഹാനായ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഓത്താണ് എന്ന് എന്നോട് പറയപ്പെട്ടു. കദാകുമുൽ ബിർ, അതാണ് ഗുണം ചെയ്താലുള്ള നേട്ടം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഈ ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബി മാതാവിനോടുള്ള കടപ്പാടിന്റെ കാര്യത്തിൽ അറിയപ്പെട്ട ആളായിരുന്നു. കാന ബർറൻ ബി ഉമ്മിഹി റളിയല്ലാഹു അൻഹ, മാതാവിന്റെ കടപ്പാടിന്റെ വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ പാലിച്ചിരുന്ന ആളായിരുന്നു. ആര്? അത് എല്ലാവർക്കും അറിയുന്ന അത്രമാത്രം കടപ്പാടാണ്. അപ്പൊ അതുകൊണ്ട് സ്വർഗത്തിൽ ചെന്നപ്പോ സ്വർഗത്തിൽ ഒരാളുടെ ഖുർആൻ ഞാൻ ഇങ്ങനെ കേൾക്കാനിടയായി. അത് അന്വേഷിച്ചപ്പോ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഓത്താണ് എന്ന് എന്നോട് പറയപ്പെട്ടു. അതേപോലെ മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ഐമൻ റളിയല്ലാഹു അൻഹയുടെ മകനാണ്. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഇതേപോലെ മാതാവിന് ഗുണം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അറിയപ്പെട്ട ആളായിരുന്നു. മക്കയിലും മദീനയിലും ഒക്കെ ഈത്തപ്പനക്ക് ഇന്നും അറബ് ലോകത്ത് ഈത്തപ്പനക്ക് വലിയ വിലയാണ്. ആ മരത്തിന് മുറിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാൻ പാടില്ല. എല്ലാ ഗവൺമെന്റുകളും പണ്ട് മുതൽ ശ്രദ്ധിക്കുക. അന്ന് ഒരു ഈത്തപ്പനക്ക് 1000 ദിർഹം വില ഉണ്ടായിരുന്നു. 1000 ദിർഹം വിലയുള്ള ആ സമയത്ത് മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ എന്ത് ചെയ്യാണ്, ഒരു ഈത്തപ്പനയുടെ മുകളിൽ കയറിയിട്ട് എന്റെ തലയൊക്കെ വെട്ടിയിട്ട് അതിന്റെ എന്താ പറയാ, നമ്മള് നാട്ടിലൊക്കെ ഉണ്ടല്ലോ പനയൊക്കെ വെട്ടിയാൽ അല്ലെങ്കിൽ തെങ്ങൊക്കെ വെട്ടിയാൽ മധുരമുള്ള ഒരു സാധനം അതിന് എടുക്കാൻ കിട്ടും എന്റെ മേലെന്ന് ചെത്തി കഴിഞ്ഞിട്ട്, ഇല്ലേ, അതിന്റെ പൂക്കുല എന്നൊക്കെ പറയുന്ന സാധനം. എന്നതുപോലെ ഈത്തപ്പനക്കുണ്ട്. അതേപോലെ ഇവിടെ മാർക്കറ്റിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഒരു പൂക്കുല എന്ന് പറയുന്ന സാധനം. അറബികളുടെ ഇടയിൽ അതിന്റെ പൊടിയൊക്കെ ഇന്ന് ഇവിടെ പല നാട്ടിലും പല പേരായിരിക്കും. അപ്പൊ അതിന്റെ പൊടി സന്താന സൗഭാഗ്യമില്ലാത്ത ആളുകൾക്ക്
അതും തേനും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരുപാട് ഹൽത്തകളൊക്കെ അറബ് രാജ്യങ്ങളിൽ ഇവിടെയൊക്കെ കിട്ടാറുണ്ട്. യമനിൽ നിന്നും മറ്റൊക്കെ കൊണ്ടുവരുന്ന ഹൽത്തയിലൊക്കെ ഈ ലിഖാഹ് ഇതിന്റെ ഈ പൊടി ഉപയോഗിച്ചുകൊണ്ട് മരുന്നുണ്ടാക്കിയിട്ട് കഴിക്കുന്നതൊക്കെ കാണാം. അപ്പൊ അതൊക്കെ ഉള്ള ഈ അതിന്റെ തല മുറിച്ചാലേ ഈ സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ തലയൊക്കെ ഒരാള് റിസ്ക് എടുത്തിട്ട് ആര് മുറിക്കുന്നുണ്ട്? മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു മുറിക്കുന്നത് കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു, അല്ല 1000 ദിർഹമൊക്കെ വിലയുള്ള സമയത്ത് നിങ്ങൾ എന്താണ് ഈ ഈത്തപ്പന മുറിക്കണെന്ന് ചോദിച്ചപ്പോ പറയാണ്, ഇന്ന ഉമ്മി സാലത്നി, ഉമ്മാക്കിത് തിന്നാൻ പൂതിണ്ട്. എന്ത് നമ്മളീ പറഞ്ഞ ഈ ഇതിന്റെ മുകളിലുള്ള കരിമ്പ് എന്തായാലും പറയാച്ചാല് അതിന് ആ പൂക്കുല തിന്നാൻ ആഗ്രഹമുണ്ട്. ഉമ്മ എന്നോട് ചോദിച്ചു. ഉമ്മ എന്ത് ചോദിച്ചോ അത് കൊടുത്തിട്ടുള്ളൂ ഇതേവരെ എന്റെ ജീവിതത്തില്. അതുകൊണ്ട് 1000 ഉറുപ്പില്ല എനിക്ക് വലുത് ഉമ്മാന്റെ ആഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കാറുണ്ട്. നമ്മളുമ്മാട് പറയും നിങ്ങളൊന്നും ഉണ്ടായിരുന്നാണ് അല്ലെ, അല്ലെങ്കിൽ ഉമ്മാന്റെ ശ്രദ്ധ തമാശയിൽ നമ്മൾ ചിലപ്പോൾ ഡൈവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഗൗരവത്തിൽ പറയും നിങ്ങൾക്ക് പിരാന്താണോന്ന് ചോദിക്കണം. അങ്ങനെ അങ്ങോട്ടും അത് പോകാറുണ്ട് ഇല്ലേ. ഉമ്മയുടെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട്. അവര് ചെറുതായി യൗവനത്തിന്റെ എല്ലാ സുഖങ്ങളും അറിഞ്ഞ് എല്ലാ വലിയ വലിയ ആഗ്രഹങ്ങളും ആഗ്രഹിച്ച് അവസാനം അവര് പത്തി മടക്കിയതുപോലെ പാവങ്ങളായി ജീവിക്കല്ലേ. അവരറിയാത്തത് കൊണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അവരറിയാത്തത് കൊണ്ടല്ല. അവർക്ക് എല്ലാ സുഗന്ധങ്ങളും അവർക്ക് ആഗ്രഹം ഉണ്ടാവാം. അവർക്ക് നല്ല നല്ല ടേസ്റ്റ് ഉള്ള സാധനങ്ങൾ ആഗ്രഹം ഉണ്ടാവാം. കണ്ണിന് മൊഞ്ച് തോന്നുന്ന അല്ലെങ്കിൽ ഭംഗി തോന്നുന്ന കാര്യങ്ങളോടൊക്കെ താല്പര്യം ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം. അവരതൊന്നും പ്രകടിപ്പിക്കുന്നില്ല പല ആളുകളും. അവരൊക്കെ നമ്മളെപ്പോലെ എല്ലാം നല്ലത് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണ്. പക്ഷേ പലരും ഉമ്മാക്കത് മതി, ഉമ്മാക്ക് എന്തിനാ ഇങ്ങനത്തെ മൊബൈൽ, അല്ലെങ്കിൽ ഉമ്മാക്ക് എന്തിനാപ്പോ അതിൽക്കുഞ്ഞൊക്കെ കൂട്ടാന്, ഉമ്മാക്ക് എന്തിനാപ്പോ എനിക്കൊരു പേരും കൂട്ടാന്, അത് ഇങ്ങനെ അവസാനത്തെ ഓപ്ഷൻ ഉമ്മാക്ക്. ഏറ്റവും നല്ല ഡ്രസ്സ് എടുക്കുമ്പോ പെരുന്നാൾക്ക് എല്ലാവർക്കും കൊടുത്ത് അവസാനം എല്ലാ ഡ്രസ്സൊക്കെ ആയിട്ട് വീട്ടിൽ കയറി വരുമ്പോ ചിലപ്പം മട വയ്ക്കും, മകൊന്നും വേണ്ടല്ലോ പഴയ കുപ്പായം, ഇനിയിപ്പോ അടിക്കാനൊന്നുമില്ല. ഇങ്ങനെ ഉമ്മക്ക് വേണ്ടെന്നുള്ള രീതിയിൽ ഉമ്മാനെ കൊണ്ട് സംസാരിപ്പിച്ച് ഇക്കൊന്നും വേണ്ട മക്കളെ, എനിക്ക് കഴിഞ്ഞ പെരുന്നാൾക്കുള്ള തുണിയുണ്ട്, കുപ്പായുണ്ട്. ഇങ്ങനെ നമ്മളെ മക്കൾക്കില്ലായിട്ടാണോ, ഭാര്യക്കില്ലാഞ്ഞിട്ടാണോ? അല്ല, നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാര്യക്കും ഒക്കെ നമ്മൾ നല്ലതെടുത്ത് കാണാൻ ആഗ്രഹിക്കുമ്പോ എന്തുകൊണ്ട് നമ്മെ ഒരു ദിവസം ഇതുപോലെ കുളിപ്പിച്ചൊരുക്കി നമുക്ക് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ച് നമ്മുടെ കവിളിൽ ഒരു ഉമ്മ നൽകി നമുക്ക് പൗഡർ ഇട്ട് തന്ന നമ്മെ ഇതുപോലെ അണിയിച്ചൊരുക്കിയ ഒരു മാതാവിനെ എല്ലാ സൗഭാഗ്യങ്ങളും നമ്മുടെ കയ്യിലുണ്ടായിട്ടും നമ്മൾ അണിയിച്ചൊരുക്കാതെ പാവത്തെ നമ്മൾ ഏതെങ്കിലും ഒരു റൂമിൽ സൗകര്യങ്ങൾ കുറഞ്ഞ അവസ്ഥയിൽ അലങ്കാരങ്ങൾ കുറഞ്ഞ അവസ്ഥയിൽ നമ്മൾ തള്ളുക എന്ന് പറയുന്നത് റബ്ബ് പൊറുക്കോ? ഇല്ല. നമ്മുടെ മാതാവ് നമുക്ക് വേണ്ടി ക്ഷമിക്കുകയാണ്. ചെറുപ്പത്തിൽ ഉറക്കൊഴിച്ചതുപോലെ, അന്നം ഒഴിവാക്കിയതുപോലെ, നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവരുടെ ആഗ്രഹങ്ങൾ ത്യജിച്ചതുപോലെ പാവം 60 വയസ്സായാലും 70 വയസ്സായാലും വീണ്ടും ത്യജിക്കുക. എന്തിന്? നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന സമയത്ത് സഹോദരന്മാരെ നമുക്ക് തിരിച്ചു കൊടുത്തുകൂടെ? ആ സ്നേഹം തിരിച്ചു കൊടുക്കണ്ടേ? ആ സുഗന്ധങ്ങൾ തിരിച്ചു കൊടുക്കണ്ടേ? ആ ഭക്ഷണങ്ങൾ തിരിച്ചു കൊടുക്കണ്ടേ? ആ സൗകര്യങ്ങൾ തിരിച്ചു കൊടുക്കണ്ടേ? തീർച്ചയായും അവരത് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും തിരിച്ചു കൊടുത്താൽ അല്ലാഹുവേ എന്റെ ഉമ്മയോട് അല്പമെങ്കിലും ഞാൻ നന്ദി കാണിച്ചു എന്ന് നമുക്ക് സ്വന്തമായി ആശ്വസിച്ചുകൂടെ? സ്വന്തം മാതാവിനെ ചുമലിലേറ്റി തവാഫ് ചെയ്ത ഒരാൾ മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമറിനോട് ചോദിച്ചു, ഞാൻ എന്റെ ഉമ്മയോടുള്ള കടപ്പാട് നിർവഹിച്ചില്ല എന്ന് ചോദിച്ചപ്പോ പറഞ്ഞതെന്താ? ഉമ്മ അനുഭവിച്ച വേദനയുടെ ഒരു വേദനക്ക് പോലും തുല്യമായിട്ടില്ല നിന്റെ ഈ 7 തവണ ഉമ്മയെ ചുമലിൽ വഹിച്ചുകൊണ്ടുള്ള തവാഫ് എന്നാണ് മഹാനായ അബ്ദുല്ലാഹിബിന് ഉമർ റളിയല്ലാഹു അൻഹു ആണെന്ന് എന്റെ ഓർമ്മ. സംഭവം ശരിയാണ്, പക്ഷെ ആളാരാ സഹാബിയെ കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പൊ അത്രമാത്രം നമ്മൾ എത്ര കടപ്പാട് നിർവഹിച്ചാലും ഉമ്മയുടെ മനസ്സൊരു പക്ഷേ എന്റെ മോൻ കഷ്ടപ്പെടണ്ടെന്നാണ്. ഇപ്പൊ അടുത്ത് പത്രത്തിൽ നമ്മൾ വായിച്ചു, സത്യധാര എല്ലാ വിഷയം റിപ്പോർട്ട് അതിന്റെ ഒരു വേറെ രീതിയിൽ വന്നിരുന്നു, നിങ്ങളൊക്കെ വായിച്ചില്ലേ? മാതാപിതാക്കളോട് കാണിക്കുന്ന ക്രൂരത. മാതാവിനെ നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ ഉടുത്ത് അണിയിച്ചിട്ട് അമ്മയോട് പറയണം, അമ്മേ നമുക്കിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ അമ്മയെ അണിയിച്ചൊരുക്കിയിട്ട് അമ്മയോ വാഹനത്തിൽ കയറ്റി പേരക്കുട്ടികളും ഭാര്യയും ഒക്കെ ഇരുന്ന് വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത് പോയിട്ട് വഴിയിൽ എത്തിയപ്പോ മകൻ പറയാണ്, അമ്മേ വണ്ടിക്ക് എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്, ഞങ്ങൾ അടുത്ത് ഒരു കടയിൽ ചെന്ന് ഇത് റിപ്പയർ ചെയ്തിട്ട് തിരിച്ചു വരാം, അമ്മ തൽക്കാലം ഇവിടെ വെയിറ്റ് ചെയ്യും, ഞങ്ങൾ പോയിട്ട് വരാന്ന് പറഞ്ഞ് അങ്ങനെ മകളെയും ഭാര്യയും മക്കളെയൊക്കെ ആയിട്ട് അയാൾ പോയി. അമ്മ അല്പം ഇവിടെ വിശ്രമിക്കുന്നെന്തോ പറഞ്ഞ് അമ്മയെ തൃപ്തിപ്പെടുത്തി അവിടെ ഇരുത്തിയതിനു ശേഷം അമ്മ കാത്തിരുന്നു. വൈകുന്നേരമായി, എത്രയായിട്ടും മകൻ തിരിച്ചു വരുന്നില്ല. അങ്ങനെ അമ്മ കടയുടെ മുന്നിലാണ്, കടക്കാരൻ കട അടക്കുന്ന സമയമായപ്പോ ചോദിച്ചു, അമ്മ കരയാം, എന്തു പറ്റി അമ്മയെന്ന് ചോദിച്ചപ്പോ അമ്മയുടെ ആശങ്ക,
എന്റെ മോന് പോയിട്ട് തിരിച്ചു വരുന്നില്ല, അവൻ എന്തേലും പറ്റിയോ എന്തോ എനിക്കറിയില്ല, എന്റെ മോന് വണ്ടിക്ക് കേടാണ്, ഇനി വഴിയിലെത്തി എന്തേലും സംഭവിച്ചോ. അമ്മ ആദിയാണ് മകനെ കുറിച്ച്. അങ്ങനെ അമ്മയോട് ചോദിച്ചു മകന്റെ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അത്ര പ്രായമുള്ള അമ്മ ആയിക്കൊള്ളണമെന്നില്ല. അമ്മ പറഞ്ഞു എന്റെ മോന്റെ നമ്പർ ഇതാണെന്ന് പറഞ്ഞ് മക്കള് വിളിച്ചപ്പോ ആ മകൻ പറഞ്ഞ മറുപടി, ആ അമ്മയുടെ കാര്യം വിട്ടേക്ക്, എന്നെ ഈ നമ്പറിൽ വിളിക്കരുതെന്ന് പറഞ്ഞ് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇത്രമാത്രം ക്രൂരത സ്വന്തം മാതാവിനോട്, തന്നെ പ്രസവിച്ച തനിക്ക് വേണ്ടി എല്ലാം അർപ്പിച്ച മാതാവിനോട് കാണിക്കാൻ യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത മനസ്സാക്ഷിക്കുത്തെന്ന് പറയുന്നത് പൂർണ്ണമായും ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൽ മതമില്ല. എല്ലാ മതക്കാരും ഇത്തരത്തിലുള്ള തമ്മാടികള്, ഇത്തരം ക്രൂരന്മാര് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള കടമ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ചെറുതായി കാണാൻ പറ്റില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു മഹാനവറുകള് സ്വന്തം മാതാവിന്റെ പരിചരണം മാത്രം കാരണമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും കാണാൻ പോവാതെ അവിടെ നിന്നുകൊണ്ട് വെറും താബിഈയായി. പക്ഷേ അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉമർ റളിയല്ലാഹു ഇസ്ലാമിന്റെ രണ്ടാമത്തെ പേഴ്സണാലിറ്റിയാണ്, സിദ്ദീഖ് റളിയല്ലാഹു, അദ്ദേഹത്തോട് പറയാണ് നിങ്ങൾ അദ്ദേഹത്തോട് കണ്ടാൽ ഇസ്തിഗ്ഫാർ ചെയ്യിക്കണം, നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞേൽപ്പിക്കാൻ മാത്രമുള്ള ദറജയിലേക്ക് എത്തിയത് ഈ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാന്നുള്ളതാണ്. ഇതാണ് മഹാന്മാരായ സഹാബത്തിന്റെയും താബിഈങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുള്ള വലിയ പാഠം. ചില ആളുകള് ഹദീസുകളൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ആലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം യാത്രയാണ് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം. ബസറയിൽ നിന്നും കൂഫയിൽ നിന്നും ബഗ്ദാദിൽ നിന്നും ഒക്കെ പല ഭാഗങ്ങളിലേക്കും മദീനയിലേക്കും മക്കയിലേക്കും ഒക്കെ യാത്ര ചെയ്തിട്ടാണ് അന്ന് ഉലമാക്കൾ പോയിരുന്നത്. അന്ന് യാത്ര ചെയ്യാത്ത ആൾ മടിയന്മാരായി ദീനിനോട് കൂറില്ലാത്ത ആളുകളായിട്ട് കണക്കാക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അക്കാലത്ത് അറിയപ്പെട്ട ചില പണ്ഡിതന്മാരൊക്കെ എങ്ങോട്ടും പോവാതെ മാതാപിതാക്കളെ പരിചരിച്ചു നിന്നിരുന്നു. അതൊക്കെ വലിയ കാര്യമായിട്ടാണ് ചരിത്രഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഹദീസ് സ്വീകരിക്കാൻ പോലും പോവാതെ, അല്ലെങ്കിൽ ഇൽമിനെ കേൾക്കാൻ ബഗ്ദാദിലേക്ക് എല്ലാവരും പോകുമ്പോൾ അദ്ദേഹം വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി എന്ന ആക്ഷേപം വരുമ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് അദ്ദേഹം ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്ത് ജീവിച്ചതായിരുന്നു. സുബ്ഹാനല്ലാഹ്. അത്രമാത്രം ഇൽമ ലഭിച്ചില്ലെങ്കിലും, എന്നെ ഇനി വലിയൊരു ദറജയിലേക്ക് ഞാൻ എത്തിയില്ലെങ്കിലും എന്റെ ഉമ്മയുടെ പ്രീതി മതി എന്നാണ് അവരൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യമായി കണ്ടിരുന്നത്. ഇങ്ങനെ ഒരുപാട് സഹാബികളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഉദാഹരണങ്ങൾ നമ്മൾ ഇനിയും ചരിത്രത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ സാധിക്കും. ഞാൻ ആ വിഷയങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏതെല്ലാം രീതിയിൽ നമുക്കറിയാമല്ലോ, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പല കാര്യങ്ങളും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. മൂന്ന് കാര്യങ്ങളോട് കൂടി മാത്രമേ സ്വീകരിക്കപ്പെടുള്ളൂ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിൽപ്പെട്ട ഒന്നാണ് വഅഖീമുസ് സ്വലാത്ത വആതുസ് സക്കാ. അള്ളാഹു സക്കാത്തിനെയും സലാത്തിനെയും ഒരുപാട് സ്ഥലത്ത് ഒരുമിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത്. പരാമർശിച്ച സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണെന്നാണ് ചില പണ്ഡിതന്മാർ പറയാറുള്ളത്. അഖീമുസ് സ്വലാത്ത വആതുസ് സക്കാ, നിസ്കാരം നിലനിർത്തുക, അതോടൊപ്പം സക്കാത്തും കൊടുക്കുക. നിസ്കാരം മാത്രമുള്ള ആളുകളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല, സക്കാത്ത് കൊടുത്തെങ്കിലേ വീടുള്ളൂ. അതേപോലെ തന്നെ സക്കാത്ത് മാത്രം കൊടുക്കുന്ന ഒരാൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ ആ സക്കാത്ത് സ്വീകരിക്കപ്പെടൂല. രണ്ടും ഒന്നിച്ചേ ഞാൻ സ്വീകരിക്കുള്ളൂ എന്ന് അള്ളാഹു പറഞ്ഞതിൽപ്പെട്ട ഒന്നാണെന്ത്, അഖീമുസ് സ്വലാത്ത വആതുസ് സക്കാ. അതേപോലെയാണ് വഅതിഉല്ലാഹ വഅതിഉർ റസൂൽ, അള്ളാഹുവിനെ അംഗീകരിക്കുന്നതോടൊപ്പം അനുസരിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ റസൂലിനെയും ഇതാഅത്ത് ചെയ്യണം, അനുസരിക്കണം. അതും രണ്ടും ഒന്നിച്ചുള്ളൂ. അള്ളാഹു പറഞ്ഞതൊക്കെ ഹദീസിൽ അങ്ങനെ ഉണ്ട് വെച്ചിട്ട് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല എന്ന് പറയുന്ന ചില ഉൽപ്പതിഷ്ണുക്കളുണ്ട്. ഹദീസിലുള്ളത് ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഖുർആനിലുള്ളതൊക്കെ തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. രണ്ടും ഒരുപോലെ വേണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹും റസൂലും രണ്ടും ഒന്നിച്ചുണ്ടെങ്കിലേ സ്വീകരിക്കപ്പെടുള്ളൂ. അതേപോലെ തന്നെയാണ് മൂന്നാമത് അനിഷ്കുർലി വലി വാലിദൈക്. ഖുർആൻ പല സ്ഥലത്തും ഊന്നി പറഞ്ഞ ഒന്നാണ് അനിഷ്കുർലി, എനിക്ക് നിങ്ങൾ ശുക്ർ ചെയ്യണം, വലി വാലിദൈക, നിന്റെ മാതാപിതാക്കൾക്കും ഗുണം ചെയ്യാം. അള്ളാഹു പറഞ്ഞതൊക്കെ ഞാൻ കേൾക്കും, ഉമ്മ വാപ്പി അത് വല്ല കാര്യം എന്താ വെച്ചാൽ എനിക്കറിയില്ല, അത് പെങ്ങളോട് വെച്ച് നോക്കി, അത് നാട്ടുകാരോട് വെച്ച് നോക്കി. ഇങ്ങനെ മാതാപിതാക്കളോട് പിണങ്ങി ജീവിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരുണ്ടാവാം, നേതാക്കന്മാരുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ട ആളുകളുണ്ടാവും. ഉമ്മയും വാപ്പയും അവന് വേറെ ആയിരിക്കും, വേറെയുള്ള എല്ലാ കാര്യത്തിനും ഉണ്ടാവാം. അതുകൊണ്ട് യാതൊരു കാര്യമില്ല, അള്ളാഹു സ്വീകരിക്കൂല. നമ്മളതിന്റെ ഗുരുതരമായ അവസ്ഥയൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. മാത്രമല്ല നാളെ പരലോകത്ത് രക്ഷ ലഭിക്കണമെങ്കിൽ, ഈ ലോകത്ത് രക്ഷ ലഭിക്കണമെങ്കിലും ഒക്കെ ഈ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തിരിക്കണം. നമുക്കറിയാം, ഒരു ഗുഹയിൽ ചെന്ന്
പെട്ട് അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ച ദുആ എന്തായിരുന്നു? ഞാന് ദിവസേന എന്റെ മാതാപിതാക്കൾക്ക് പാല് കറന്ന് കുടിപ്പിച്ചതിന് ശേഷമാണ് അവർ സ്ഥിരമായിട്ട് ഉറങ്ങാറുള്ളത്. ഒരു ദിവസം എന്നല്ല പറഞ്ഞത്, ആഴ്ചയിൽ ഒരു ദിവസം എന്നല്ല, എന്നും ഞാൻ വന്നാൽ എന്റെ ആടിനെ കെട്ടി കറന്നതിന് ശേഷം ആദ്യമായി ഉമ്മാക്കും ഉപ്പാക്കും കൊടുത്തതിന് ശേഷമാണ് മക്കൾക്കും ഭാര്യക്കും എനിക്കും ഒക്കെ ഞാൻ കുടിക്കാറുള്ളൂ എന്ന് ഒരാൾ പറയണം. അള്ളാഹിനോടാണ് പറയുന്നത്, ഉള്ള കാര്യം. എന്നിട്ട് ഒരു ദിവസം ഞാൻ അങ്ങനെ വൈകി, എന്തോ കാരണത്താൽ വൈകി വന്നു നോക്കുമ്പോഴത്തിന് കറന്ന് ചെന്ന് നോക്കുമ്പോഴേക്കും ഇവര് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഇവർ ഉറങ്ങിയത് കാരണത്താൽ അവരെ ഉണർത്തൽ ബുദ്ധിമുട്ടാണ്, മോശമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവരെ ഉണർത്തിയില്ല എന്ന് മാത്രമല്ല, മക്കൾക്കും ഭാര്യയ്ക്കും എനിക്കുള്ളത് പോലും കുടിക്കാതെ അവര് നേരം പുലരുന്നത് വരെ കാത്തിരുന്ന് അവർ ഉണർന്നതിന് ശേഷമാണ് റബ്ബേ ഞാൻ അവർക്ക് കുടിപ്പിച്ചത്, എന്നിട്ട് ഞങ്ങളൊക്കെ കുടിച്ചുള്ളൂ. ഈ ചെയ്തത് അള്ളാഹുവെ നിന്റെ പ്രീതി മാത്രം മുൻനിർത്തിയാണ്, അതുകൊണ്ട് നീ ഞങ്ങളെ ഈ വിഷമസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് അദ്ദേഹം ദുആ ചെയ്യണം. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്ത് തവസ്സുൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യമാണ്. മാതാപിതാക്കൾക്ക് ചെയ്യുന്ന ഗുണം, അള്ളാഹുവെ ഞാൻ എന്റെ ഉമ്മാക്ക് ഇന്നത് കൊടുത്തിട്ടുണ്ട്, അള്ളാഹുവെ ഞാൻ എന്റെ ഉമ്മാക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെ ഉമ്മാക്ക് ഇങ്ങനത്തെ ഒരു സമയത്ത് താങ്ങും തണലായി നിന്ന് റബ്ബെ ഞാനാണ്, എന്റെ ഉപ്പാക്ക് ഇങ്ങനത്തെ ഒരു സമയത്ത് ഇപ്പൊ എന്റെ ആഗ്രഹം നടത്തി കൊടുത്തത് ഞാനാണ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം തവസ്സുലിന് പറ്റിയ, അള്ളാഹുവിലേക്ക് ഇടതേടി പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സൽക്കർമ്മം മറ്റൊന്നില്ല എന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവത്തിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത്. നമുക്ക് തവസ്സുൽ ചെയ്യാൻ ഇതിലേറെ സൗകര്യമുള്ള മറ്റെന്ത് കാര്യമാണ്? നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പ്രത്യേകിച്ചും മരണപ്പെട്ടു പോയവരുടെ പരലോക ജീവിതം അല്ലാഹു ഖൈറായി കൊടുക്കട്ടെ. അവരുടെ പ്രീതിയിലും അവരുടെ തൃപ്തിയിലും ഒക്കെ ജീവിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ തവസ്സുലിന് പറ്റിയ നമ്മുടെ ജീവിത വിജയത്തെ, ഈ ലോകത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, കഷ്ടപ്പാടുകൾ. ഇപ്പൊ ഈ ഗുഹയിൽ അങ്ങനെ ഗുഹയിൽ പെടണമെന്നില്ലല്ലോ തവസ്സുലിന് കാത്തുക്കാൻ. സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്, അസുഖങ്ങളുണ്ട്, മറ്റു ജോലിയിലെ പ്രയാസങ്ങളുണ്ട്, മറ്റു ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, ജിന്നിയും ഇൻസിയും ശൈത്താനിയും സിഹറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പല അസുഖങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലാണ്. ഇതിന്റെ ഒക്കെ പരിഹാരം നമ്മുടെ കൺമുന്നിലുണ്ട്. ജീവനോടെ നമ്മുടെ മാതാവും പിതാവും, അവർ കൈ ഉയർത്തിയാൽ റബ്ബ് തട്ടൂല, ഏറ്റവും വലിയ സൗഭാഗ്യം. രണ്ടാമത്തത്, അവർക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്താൽ ആ ഖിദ്മത്ത് തന്നെ ഈ ലോകത്ത് ഗുണം കിട്ടുന്ന ഒരു കാര്യം. അത് ചെയ്തതിന്റെ റിസൾട്ട് ഇവിടെ തന്നെ കാണും. ഗുണാണെങ്കിൽ ഗുണം, തിന്മയാണെങ്കിൽ അതും ശിക്ഷ. അതോടൊപ്പം ആ ചെയ്തത് വെച്ച് നമുക്ക് തവസ്സുലാക്കിയാൽ നമ്മുടെ എല്ലാ പ്രയാസവും അല്ലാഹു ഉയർത്തിക്കളയും. സുബ്ഹാനല്ലാഹ്, ഇത്രമാത്രം വലിയ സൗഭാഗ്യമാണ് യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാതാപിതാക്കൾ എന്ന് നമ്മൾ തിരിച്ചറിയാൻ വൈകരുത് സഹോദരന്മാരെ. അതുകൊണ്ട് മാതാപിതാക്കളുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിക്കുകയാണ് നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത്. ഇവരെ ഉറപ്പിച്ചാലുള്ള ഗുരുതരാവസ്ഥ നമ്മൾ പറഞ്ഞു, അറിയാത്തതല്ല പറഞ്ഞതൊന്നും ഒക്കെ ഉള്ളത് തന്നെയാണ്. നമുക്കൊക്കെ അറിയുന്നതാണ്. നമ്മളിതൊരു ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്. ഫദക്കിർ ഫഇന്ന സിക്റ തൻഫഉൽ മുഅ്മിനീൻ. നമ്മൾ അൽ മുഅ്മിനു മൻ സറത്തുഹു ഹസനതുഹു വസാഅതുഹു സയ്യിഅതുഹു. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാ? നന്മ ചെയ്താൽ അതിലൊരു ആത്മാർത്ഥമായ സന്തോഷം ഉണ്ടാവും, അതേപോലെ തെറ്റ് സംഭവിച്ചാൽ അതിൽ ആത്മാർത്ഥമായ ഖേദവും ഉണ്ടാവും. അതാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ ഫദക്കിർ ഫഇന്ന സിക്റ തൻഫഉൽ മുഅ്മിനീൻ, ഈമാനുള്ള ആളുകൾക്ക് ഇത്തരം ഓർമ്മപ്പെടുത്തലുകളൊക്കെ ഉപകാരപ്പെടും. ആ വിഭാഗത്തിൽ അങ്ങനെ ഓർമ്മപ്പെടുത്തലുകളൊക്കെ ഉപകാരപ്പെടുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ മാതാപിതാക്കൾക്ക്? ഒന്ന്, അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. അവർക്ക് നമ്മുടെ വീട്ടില് അവർക്ക് എന്താണ് വേണ്ടത് നമ്മൾ അന്വേഷിക്കുക. അവർക്ക് വേണ്ട വസ്ത്രം, അവർക്ക് വേണ്ട ഭക്ഷണം, അവർക്ക് വേണ്ട ഉപകരണങ്ങൾ, അവർക്ക് വേണ്ട വാച്ച്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട മൊബൈൽ, ഇങ്ങനെ എന്തൊക്കെ നമ്മുടെ നാട്ടില് നമ്മുടെ വീട്ടില് ആവശ്യങ്ങളായിട്ടുണ്ടോ അവരുടെ ആവശ്യങ്ങൾ കണ്ടെത്തുക എന്നാണ്. ഇതൊക്കെ നമ്മൾ ബില്ലിടുന്നത് പോലെ ഇട്ടിട്ട് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ വന്ന് മാതാപിതാക്കളെ ഗുണം ചെയ്യൽ ഉഷാറാണ്, നൗഷാദ് വാക്കവിനെ വിഷയം കൊടുത്ത് ഇതിലേറെ ഭംഗിയായിട്ട് മൂപ്പര് നിങ്ങളെ കണ്ണീരൊക്കെ വീഴ്ത്തുന്ന രീതിയിൽ ഒരു ഉദാഹരണം പറഞ്ഞാണ്, വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരും. നമ്മളത് കേട്ട് മാഷാ അല്ലാഹ് നല്ല പ്രസംഗം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിരിയുന്നതിന് പകരം നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട്, നൗഷാദ് വാക്കവിനെ ചെറുതാക്കി കാണുമെന്നല്ലോട്ട്, ഞങ്ങോട്ടൊന്നും വെറുതെ പറയില്ലേ നിങ്ങള്. അതാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ഗൗരവം നമ്മൾ പല വായകളിൽ നിന്ന് പല ശൈലികളിൽ നമ്മളൊക്കെ കേൾക്കുന്നു, നമ്മൾ പിരിഞ്ഞു പോകുന്നു. ആ ഒരു പിരിഞ്ഞു പോകലിന് മാത്രമേ ഞാൻ അടിവരെ ഇടുന്നുള്ളൂ. പിരിഞ്ഞു പോകുന്നു. നമ്മൾ ഒരു ആക്ഷൻ പ്ലാൻ നമ്മൾ തയ്യാറാക്കുന്നില്ല. നമ്മളൊരു ലിസ്റ്റ് എടുത്ത് ഒരു കുറിപ്പിടുക, ആവശ്യങ്ങൾ കണ്ടെത്തുക, ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടതാണ്. അതേപോലെ അവര് ഏത് വീട്ടിലാണോ നമ്മൾ ജീവിക്കുന്നത്, അനിയന്റെ വീട്ടിലാവട്ടെ, നമ്മുടെ വീട്ടിലാവട്ടെ, പെങ്ങളുടെ വീട്ടിലാവട്ടെ, തറവാട്ടിലാവട്ടെ, എവിടെയാണ് അവർ ജീവിക്കുന്നതെങ്കിൽ ആ വീടിന്റെ കറണ്ടിന്റെ ബില്ല്, ഫോണിന്റെ ബില്ല്, ഇങ്ങനെ വേറെ എന്തെങ്കിലും ബില്ലുകൾ അടക്കേണ്ടതുണ്ടെങ്കിൽ ആ ബില്ലുകളൊക്കെ നമ്മൾ മുൻകൈ എടുത്ത് അടക്കുക. ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റിയ ഒരു ഉദാഹരണങ്ങൾ പറയാം.
നമുക്കതൊക്കെ മുൻകൈ എടുത്ത് ചെയ്യാൻ പറ്റും. അവരെ പ്രീതിപ്പെടുത്തേണ്ടത് എന്താന്ന് ചോദിച്ചിട്ട് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഒരു ഉദാഹരണം എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അതിൽ മാത്രം കൂടേണ്ട ഇഷ്ടമായിരിക്കും അല്ലെ. അതേപോലെ അവരിഷ്ടപ്പെട്ട നല്ല ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. ഉമ്മക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാവും. ഇപ്പൊ വീട്ടില് നല്ല മീനൊക്കെ പൊരിച്ച് നമ്മളെല്ലാവരും തിന്നുണ്ടാവും. പാവം ഉമ്മ അവിടെ ബെഡിലേക്കാരാം. ഉമ്മക്ക് ചോറ് കഴിക്കണ നേരത്തേക്കാരം പേരെ കുട്ടികൾ പോയിട്ട് വല്യമ്മ വരി ചോറ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്യമ്മാനെ വിളിച്ചോണ്ടിരും. അപ്പൊ വല്യമ്മക്ക് ചോറുണ്ടാവും, പപ്പടം ഉണ്ടാവും, കൂട്ടാനൊക്കെ ഉണ്ടാവും. അപ്പൊ വല്യമ്മക്ക് മക്കളെ ഞങ്ങൾ മീൻ പൊരിച്ചിരുന്നില്ല എന്ന് ചോദിക്കും. ഒരു ഉദാഹരണം. അപ്പൊ ഉമ്മ മരുവളോടൊന്ന് പറയും, അല്ലെങ്കിൽ മകള് പറയും, മീനൊക്കെ പൊരിച്ചിരുന്നു, അതൊക്കെ മക്കള് തിന്ന് ബെറ്റയുടെ തൊള്ള അങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വെറുതെ. ഈ ഉമ്മ പാവം, ഉമ്മക്ക് ആഗ്രഹം ഉണ്ടായിട്ടാണല്ലോ ഉമ്മ ചോദിക്കണത്. അല്ലെങ്കിൽ കഴിഞ്ഞുണ്ടാവും, കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള ഉമ്മയാണ് ചിലപ്പോ ചോദിക്കൂല. പാവം ഉമ്മ നിങ്ങൾ മീൻ പൊരിച്ചിരുന്നില്ല മക്കളെന്ന് ചോദിക്കും. ഫോർ എക്സാമ്പിൾ, അവരുടെ ഇഷ്ടങ്ങളാണല്ലോ സാധിപ്പിച്ചു കൊടുക്കേണ്ടത്. അവരുടെ അടിസ്ഥാന പാർപ്പിടം, വസ്ത്രം, അവിടുത്തെ മറയുള്ള വസ്ത്രവും, വെയിലുള്ളാതിരിക്കാനുള്ള ഒരു വീടും, പിന്നെ ജീവൻ പോകാതിരിക്കാനുള്ള വെള്ളവും, ഇതാണോ മാതാപിതാക്കളോടുള്ള കടമ എന്ന് പറഞ്ഞാല്? അല്ലല്ലോ. ബേസിക് നീഡ്സ് എന്ന് മാത്രം നിർവഹിച്ചു കൊടുക്കാനുള്ള ആൾക്കാരാണോ നമ്മുടെ മാതാപിതാക്കളല്ല. ഏറ്റവും എക്സ്റ്റെൻഡഡ് ആയി, ഏറ്റവും മാക്സിമം നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളാൽ കഴിയുന്ന സൗഭാഗ്യങ്ങൾ അവർക്ക് കൈമാറുന്നത്, നമ്മളാൽ കഴിയുന്ന സൗഭാഗ്യങ്ങളിൽ അവരെ ജീവിപ്പിക്കണം. അതാണ് പ്രവാചകന്മാരുടെ ഒക്കെ ചര്യ. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊടുന്നിട്ട് അർഷിനോ അല്ലെ, ആയത്തിനക്ക് ഓർമ്മ വരുന്നില്ല. മാതാപിതാക്കളെ അവരുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഇരുത്തി എന്നാണ്. ഏറ്റവും അലങ്കാരത്തിൽ വലിയ ഒരു പദവിയിൽ ഉമ്മയും ഉപ്പയും കൊടുന്ന് ഇരുത്തി ആദരിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. യൂസുഫ് നബി യാക്കൂബ് നബി അലൈഹി സ്വലാമിനെ അങ്ങനെ കൊടുന്ന് ആദരിച്ചു എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്ത പ്രവാചകന്മാരെ കുറിച്ചൊക്കെ ഒരുപാട് പരാമർശങ്ങൾ ഖുർആനിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത് അടിസ്ഥാന സൗകര്യം മാത്രം നിർവഹിച്ചു കൊടുക്കാനുള്ളതല്ല മാതാപിതാക്കൾ, പ്രത്യേകിച്ച് വയസ്സായ ആളുകൾ. അതാണ് പറഞ്ഞത്, അവർക്ക് വേണ്ട പാനീയങ്ങൾ, ഇഷ്ടപ്പെട്ട പാനീയങ്ങൾ, ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ്, ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ്, ഇഷ്ടപ്പെട്ട സുഗന്ധങ്ങൾ, ഇതൊക്കെ നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കുക, നമ്മൾ ലിസ്റ്റ് ഇടണം. അതേപോലെ തന്നെയാണ് അവർക്ക് എപ്പോഴും ഇഷ്ടമുള്ള ചില സാധനങ്ങളുണ്ട്. എപ്പോഴും വീട്ടില് ഒരു ലൈറ്റ് വേണം, ഒരു ഉദാഹരണം, അല്ലെങ്കിൽ ഒരു സുഗന്ധം റൂമിൽ വേണം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വേണം, അല്ലെങ്കിൽ എപ്പോഴും വെള്ളം വേണം. എന്താണ് ഉമ്മാന്റെ ആഗ്രഹം? ഉമ്മക്ക് സ്ഥിരം വീട്ടിൽ വേണ്ട സംഭവം എന്താ? അല്ലെങ്കിൽ ഉമ്മക്ക് ചില്ലറ പൈസ വീട്ടിൽ എപ്പോഴും വേണമെന്നേ കാരണം. ഇത് നമ്മൾ കണ്ടെത്തിയിട്ട് അത് സ്ഥിരമായിട്ട് വാങ്ങിച്ചു കൊടുക്കുക. ഉമ്മയുടെ സന്തോഷം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. കുട്ടികളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണല്ലോ. അവർ പ്രായമാവും തോറും കുട്ടികൾക്കും ഇങ്ങനെ തന്നെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കും അവർക്ക് വലിയ വലിയ സന്തോഷങ്ങൾ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഉമ്മ കിടക്കുന്ന ബെഡ്ഷീറ്റ്, ഉമ്മ കിടക്കുന്ന ബെഡ്, ഉമ്മ നിസ്കരിക്കുന്ന മുസല്ല, ഇതൊക്കെ അതുപോലെ പ്രായമായ ആളുകൾക്ക് വേണ്ടതാണെങ്കിൽ അതിനനുസരിച്ച് കട്ടി കൂടിയ നല്ല പുതപ്പുകൾ, കാര്യങ്ങൾ, ഇതൊക്കെ നിസ്കരിക്കാൻ സുജൂദ് ചെയ്യുന്ന സമയത്ത് കാലിന് മുട്ടിന് വേദന വരാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക. നമുക്ക് ഭയങ്കര കട്ടിയുള്ള പുതപ്പൊന്നൊക്കെ വാങ്ങിക്കും. ഉമ്മക്ക് നിസ്കരിക്കുന്ന മുസല്ലയിൽ ചിലപ്പോൾ കാല് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊന്നും അന്വേഷിച്ച് ചെയ്യുന്നവർ കുറവായിരിക്കും. ഉമ്മ നിലയും വിളിയൊക്കെ കൂടി വീട്ടിലതൊരു പ്രശ്നമായി, അല്ലെങ്കിൽ ഉമ്മ മാനെ ഇങ്ങനെ വയ്യാന്നുള്ള അവസ്ഥക്ക് ലാസ്റ്റ് പറയുമ്പോഴാണ് എന്നാ നമുക്ക് ഞാൻ നോക്കട്ടെ, ഞങ്ങടി പോകുമ്പോ ഓർമ്മ വന്നാല് പേടിക്കണ്ട്, അത് ഓർമ്മ വരാൻ തന്നെ ചിലപ്പോൾ കുറെ സമയം എടുക്കും. അങ്ങനെ എന്തെങ്കിലും കിട്ടിയെങ്കിലായി എന്നുള്ള മാതിരി മകന്റെ വക ഒരു മുസല്ല, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാത്ത മക്കള് ധാരാളമുള്ള കാലമാണ്. നമ്മളൊക്കെ ഒരു പക്ഷേ ശ്രദ്ധിക്കുന്നവരായിരിക്കാം. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോ അതൊക്കെ നമ്മൾ സ്വയം കണ്ടറിഞ്ഞ് ചെയ്യുമ്പോഴാണ് എന്റെ മോൻ എന്നെ ശ്രദ്ധിക്കുന്നു എന്ന ഫീലിംഗ്. അതാണല്ലോ ഒരുപാട് പറഞ്ഞത് അള്ളാഹു. നിങ്ങൾ ഗുണം ചെയ്യാറിന് അവസാനിപ്പിച്ചില്ലല്ലോ. വഖ്ഫിദ് ലഹുമാ ജനാഹ അസ്സുല്ലി മിനർ റഹ്മതി വഖുർ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ. അവർക്ക് വേണ്ടി നിങ്ങൾ വിനയത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കുകയാണ്. ഈ ദുല്ലു എന്നുള്ള പദം മാതാപിതാക്കളോട് ചേർത്ത് പറഞ്ഞത് എത്രമാത്രം. ഏറ്റവും നിസ്സാരനാവാൻ നമുക്ക് പറ്റിയത് എവിടെയാണ്? അല്ലെങ്കിൽ നമ്മൾ ആവുന്നത് എവിടെയാണ്? യഥാർത്ഥത്തിൽ എവിടെയാണ്? മാതാപിതാക്കളുടെ മുന്നിലാണ്. നമ്മൾ പോലീസിന്റെ മേധാവി ആവട്ടെ, സൈനിക തലവനാവട്ടെ, ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, എല്ലാവരും ബഹുമാനിക്കുന്ന പ്രഭാഷകനാവട്ടെ, നമ്മൾ ഉമ്മാന്റെ മുന്നിൽ ചെന്നാല് നമ്മുടെ ഡോക്ടർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കേണൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേ ഉസ്താദ് വന്നിട്ടുണ്ട്, ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. നിങ്ങൾക്ക് പിതാക്കന്മാരായ ആളുകൾ ചിന്തിക്കുക. നിങ്ങളുടെ മക്കൾ ഏത് ഉന്നതമായ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിലും എന്റെ മോൻ വന്നു എന്നതിലപ്പുറമുള്ള വല്ല വികാരവും ഒരു പിതാവിന്റെ, ഒരു മാതാവിന്റെ മനസ്സിൽ വരുമോ? ഇല്ല. എന്റെ മകൻ, നമ്മുടെ എല്ലാ ടൈറ്റിലുകളും ഊരിവെക്കപ്പെടുന്നത്, ഇല്ലാതെയാകുന്നത്, അതിനൊരു വിലയുമില്ലാത്ത ഒന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മാതാപിതാക്കളുടെ മുന്നിൽ. അവിടെ ഒന്നിനും വിലയില്ല. അവിടെ അതാണ് വഖ്ഫിദ് ലഹുമാ ജനാഹ അസ്സുല്ലി മിനർ റഹ്മ. അവരോട് കാരുണ്യം കാണിച്ച് നീ വിനയത്തിന്റെ, താഴ്മയുടെ, തരം താഴലിന്റെ എന്ന് വേണമെങ്കിൽ അർത്ഥം വെച്ചാല്
എന്റെ ഉമ്മയുടെ മുന്നിൽ ഞാൻ എങ്ങേയറ്റം നിസ്സാരനാവാൻ, ചെറുതാവാൻ തയ്യാറാണ് എന്ന് നമ്മൾ മനസ്സിനോട് ഉപദേശിക്കണം. അതാണ് അള്ളാഹു പറഞ്ഞത്. എന്നിട്ട് അതുകൊണ്ട് അവസാനിപ്പിച്ചോ, വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അള്ളാഹുവെ എന്നെ ചെറുപ്പത്തിൽ വളർത്തിയതുപോലെ, കരുണ ചെയ്തതുപോലെ അവർക്കും നീ കരുണ ചെയ്യണമേ. നമ്മുടെ ചെറുപ്പം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു നീ ഒരിക്കൽ എല്ലാറ്റിനും പരസഹായിയായി ജീവിച്ച സമയത്ത് നിന്നെ വളർത്തി നിന്നെ വലുതാക്കിയ നിന്റെ മാതാവാണ്. അപ്പൊ ആ ഒരു നന്ദി നിനക്ക് വേണം എന്നാണ് ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വലിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഉമ്മയുടെ ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട മുസല്ല വാങ്ങിച്ചു കൊടുക്കുക. വീട്ടിൽ നല്ല കട്ടില്, അവരുടെ കട്ടിലുകള് അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കേണ്ട മറ്റു സാധനങ്ങള് ഒക്കെ നല്ല നല്ല സാധനങ്ങൾ. ഉമ്മാന്റെ റൂം നമ്മുടെ വീട്ടിലെ ഏറ്റവും നല്ല റൂമായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയോ, എന്റെ വീട്ടിലെ ഏറ്റവും നല്ല റൂം എന്റെ ഉമ്മ ഇപ്പം കിടക്കുന്ന റൂമാണ് നിങ്ങൾക്ക് പറയാൻ എത്ര ആൾക്ക് സാധിക്കും? കഴിയില്ല. ആ റൂമിന് ഒരുപാട് കുറവുകളുണ്ടാവും. എല്ലാ ആൾക്കും ആ റൂമിന് ഒരുപാട് കുറവുകളുണ്ടാവും. ആ റൂമിൽ കയറുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു മണം ഉണ്ടാവും. അല്ലെങ്കിൽ ആ റൂമിൽ ബെഡ്ഷീറ്റ് കണ്ടാൽ തന്നെ അറിയാം ഇവിടുത്തെ ഉമ്മയും തൈലം തേക്കുന്നവരാണ്. അല്ലെങ്കിൽ ആ റൂമിൽ കയറുമ്പോൾ തന്നെ അങ്ങനെ ഒരുപാട് ഉമ്മ കിടക്കുന്ന റൂം ഒരു പക്ഷെ ദിവസേന 2 തവണ കഴുകേണ്ടി വരും, വൃത്തിയാക്കേണ്ടി വരും. ചെയ്തിരിക്കണം. അതല്ലേ നമ്മളൊക്കെ നമ്മോട് അല്ലാഹു ആവശ്യപ്പെടുന്നത്. അതാണ് കിബറ, പച്ചമലയാളം പറയുന്ന പോലെ അല്ലാഹു പറയാ, ചിലപ്പോ നിന്റെ അടുത്ത് അവരിൽ ഒരാളോ അല്ലെങ്കിൽ 2 പേരുമോ വാർദ്ധക്യം ഉള്ള അവസ്ഥയിൽ നിനക്ക് അവരെ എത്തിക്കാൻ സാധിക്കും. എന്ന് പറയരുത്, അവരെ ആട്ടരുത്. നല്ല വാക്ക് പറയാം. ഉപ്പാനും ഉമ്മാനും പേരെടുത്ത് പറയാൻ പാടില്ല. അവരെ ഉപ്പ ഉമ്മ എന്ന വാക്ക് തന്നെ പറയാൻ പാടുള്ളൂ. അങ്ങനെ ഒരുപാട് അവരെ പരാമർശിക്കുമ്പോഴും എന്റെ ഉപ്പ എന്റെ ഉമ്മ എന്ന് പറയാം. അയാള്, മൂപ്പര്, ഇങ്ങനെ പല രീതിയിലും പല ഭാഗത്തും പല ഭാഷയിലും എന്റെ ഉപ്പ, ഏത് ലമീറില്ലാതെയും പറയാൻ പറ്റിയ ഒന്നാണ് എന്റെ ഉപ്പ എന്ന് തന്നെ പറഞ്ഞു. ഇങ്ങനെ ആ സ്നേഹത്തിന് മറകളില്ലാതെ, കളങ്കമില്ലാതെ, നിഷ്കളങ്കതയോടുകൂടി പറയാൻ കഴിയുന്ന ഒരു മനസ്സ് നമുക്ക് വേണം. അതാണ് അള്ളാഹു വളരെ പച്ചയായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പറയുന്നതിന്റെ താല്പര്യം അതാണ്. ആ റൂമില് ലൈറ്റിന് പ്രശ്നം ഉണ്ടെങ്കിൽ, പിന്നെ പൈപ്പിന് പ്രശ്നമുണ്ട്, ഇതൊക്കെ നമ്മൾ നേരാക്കണം. അതേപോലെയാണ് മാതാപിതാക്കളുടെ സുഹൃത്തുക്കളെ ബഹുമാനിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പറഞ്ഞാൽ, അവർക്ക് ചില താത്താരെയും അല്ലെങ്കിൽ അവരെ കൂടെ പഠിച്ച ആളുകളെയും അല്ലെങ്കിൽ അവരെ മുമ്പ് താമസിച്ച അയൽവാസികളൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും കറങ്ങാൻ വേണ്ടി വണ്ടി എടുത്ത് മക്കളായിട്ടൊക്കെ പോകും. ഉമ്മ ഇവിടെ ഉണ്ടല്ലോ, ഉമ്മാന്റെ അടുത്ത് ആരെങ്കിലും ഒരു പെങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ കറങ്ങും. ഉമ്മാക്ക് പലപ്പോഴും ആഗ്രഹം ഉണ്ടാവും, മറ്റേ താത്ത മരിച്ച് അല്ലെങ്കിൽ വയ്യാണ്ട് എടുക്കുകയാണെന്ന് പോയിട്ടില്ല. ഇങ്ങനെ ഉമ്മ കുറേ പറയുന്നുണ്ട്. ഇതൊന്നും നമ്മൾ ചെവി കൊടുക്കാറില്ല പലപ്പോഴും. ഉമ്മക്ക് ആഗ്രഹമുള്ള, ഉമ്മ സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളെ നമ്മൾ ഉമ്മാനെ കൊണ്ടുപോയി സന്ദർശിപ്പിക്കുക, അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഉമ്മക്ക് പോകാൻ സാധിക്കുമെങ്കിൽ ഉമ്മ ഇഷ്ടപ്പെടുന്ന ആളുകളെ നമ്മൾ പ്രശംസിക്കുക. ഉമ്മയുടെ സഹോദരിമാരെ, അതേപോലെ ഉമ്മയുടെ സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ ബഹുമാനിക്കുക. ഉമ്മ നമ്മുടെ വീട്ടിലല്ല, വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്, അനിയന്റെ വീട്ടിൽ, പെങ്ങളുടെ വീട്ടിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ ഉമ്മയെ സന്ദർശിക്കുമ്പോൾ നമ്മൾ ഉമ്മാക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊണ്ടുകൊടുക്കുക. അതേപോലെ ഉമ്മാക്ക് പറ്റിയ ഫ്രൂട്ട്സുകൾ നമ്മൾ വാങ്ങിക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഉമ്മാക്ക് ഉമ്മയുടെ ഫോണ് അല്ലെങ്കിൽ ആ റൂമിലേക്ക് എപ്പോഴും സംസാരിക്കാനും ഫോൺ എടുക്കാനും പറ്റിയ സാഹചര്യം ഉണ്ടാക്കുക. പലപ്പോഴും ഉമ്മാർക്ക് അങ്ങനെ കണക്ഷൻ ഉണ്ടാവാറില്ല. വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാൻ അറിയില്ല, ഒരു നമ്പർ അടിക്കാനും ഉമ്മാക്കറിയില്ല. അടിസ്ഥാനപരമായി അത്യാവശ്യം ഇന്നത്തെ കാലത്തൊക്കെ ശരാശരി വയസ്സായ ആൾക്കാർക്കൊക്കെ അത് ഉപയോഗിക്കാൻ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതൊക്കെ അവർക്ക് പഠിപ്പിച്ചെടുക്കുക. നമ്മൾ വിളിക്കുമ്പോൾ അവർക്ക് തന്നെ ആൻസർ ചെയ്യാൻ കഴിയുന്നു. ഇതൊക്കെ എന്തിനാ എന്റെ ഉമ്മാക്ക് ഈ സൗകര്യം ഇല്ലാത്തൊരു ഉമ്മാക്കാണ്? എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ഉമ്മ തന്നെ. ഇപ്പൊ നമ്മൾ ടിവിയിലൊക്കെ പലപ്പോഴും അങ്ങനത്തെ തള്ളാരും കാണാറില്ലേ? സംസാരിക്കുന്നു, ഇംഗ്ലീഷൊക്കെ സംസാരിക്കും, എല്ലാം കഴിയും. അത് ആ പ്രായത്തിന് അവർക്ക് അതേ അവസ്ഥയിലേക്ക് നമ്മുടെ ഉമ്മാര് നമുക്ക് ഉയർത്താം. നമ്മളൊരു വികലാംഗ എന്നുള്ള അംഗത്തിന് വൈകല്യം ഉണ്ടായതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. സൗകര്യങ്ങളില്ലാത്ത അർത്ഥത്തിലും വികലാംഗം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ ആലങ്കാരികമായിട്ട്. അപ്പൊ അങ്ങനെ സൗകര്യങ്ങളില്ലാത്തൊരു ഉമ്മയാക്കണ്ട. അവിടേക്ക് നമ്മൾ ഫോണ്, മറ്റു സംവിധാനങ്ങളൊക്കെ നമ്മൾ ഏർപ്പെടുത്തി കൊടുക്കാം. അതേപോലെ തന്നെ വീട്ടില് പിന്നെ ഉമ്മയെ വർഷത്തിലൊരിക്കലെങ്കിലും ഉമ്മാക്ക് വലിയൊരു ഗിഫ്റ്റ് കൊടുക്കുക. എന്തെങ്കിലും ഒരു നല്ലൊരു സമ്മാനം ഉമ്മാക്ക് വർഷത്തിലൊരിക്കലും ഉമ്മ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം. ഉപ്പാക്ക് ഉപ്പാനെ ഞാൻ പറയുമ്പോൾ കുറഞ്ഞു പോകുന്നുണ്ടോണ്ട് അല്ലെ, ഉപ്പാക്ക് ഇതുപോലെ ഉപ്പ ഇഷ്ടപ്പെട്ട ഒരു വാച്ച് കൊല്ലത്തിലൊരിക്കൽ, അല്ലെ ഇഷ്ടപ്പെട്ട ഒരു സാധനം, വല്ല ഉപ്പാന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടിന് നമ്മൾ ഒരു കാര്യമായിട്ടുള്ള ഗിഫ്റ്റ്. ഇങ്ങനെയൊക്കെ ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ നമുക്ക് ഉമ്മാക്ക് കൊടുക്കാൻ പറ്റും, ഉപ്പാക്ക് കൊടുക്കാൻ പറ്റും. ഇതൊന്നും നമ്മൾ അവർക്ക് കൊടുക്കാറില്ല. നമ്മൾ പേരക്കുട്ടികൾക്ക് കൊടുക്കും, ഉമ്മാക്ക് ഭാര്യക്ക് കൊടുക്കും, മറ്റുള്ളവർക്ക് കൊടുക്കും. ഉമ്മാക്ക് വെച്ചിട്ട് അങ്ങനെ വലിയ ഗിഫ്റ്റ് വാങ്ങിക്കുന്നവരുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മള്
വേണമെന്ന് വിചാരിച്ച് ചെയ്യുമ്പോഴാണ് അവരുടെ ഹൃദയത്തിൽ ഇതൊക്കെ ഇപ്പോ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ അള്ളാഹു പറഞ്ഞത് എന്താ? അവരോട് നല്ല വാക്ക് പറയാം. അപ്പൊ അത് നല്ല വാക്ക് അൺലിമിറ്റഡ് ആണ്. വഖ്ഫിദ്ലഹുമാ ജനാഹ ദുല്ലി എന്നാണ്. ദുല്ലിന്റെ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നത്, നമ്മളെ മക്കൾക്കൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് ആ നന്മ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ഫലിൽ വാലിദൈനി വൽ അഖ്റബീൻ എന്നാണ്. ആ ആയത്ത് തന്നെ മതി. നിങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നന്മക്ക് ഏറ്റവും കൂടുതൽ അർഹാൻ ആരാണ്? നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ ബന്ധുക്കളുമാണ്. അപ്പൊ അത് വളരെ വിശാലമായ അർത്ഥത്തിൽ അത് എടുത്തോളൂ. ഗിഫ്റ്റ് ആണെങ്കിൽ ഏറ്റവും നല്ല ഗിഫ്റ്റ് കൊടുക്കാൻ അർഹത നിങ്ങളുടെ മാതാപിതാക്കൾക്കാണ്. അതേപോലെ നല്ല വസ്ത്രങ്ങൾ അർഹത നല്ല ഭക്ഷണം നിങ്ങളുടെ മാതാപിതാക്കൾക്കാണ്. നല്ല സംസാരം നിങ്ങളുടെ മാതാപിതാക്കൾക്കാണ്. നല്ല സുഗന്ധം നിങ്ങളുടെ മാതാപിതാക്കൾക്കാണ്. മാതാപിതാക്കൾ ഇരിക്കുന്ന റൂമിൽ എപ്പോഴും ചില്ലറ കാശ് ചേഞ്ച് ആക്കി വെച്ചുകൊടുക്കുക. അതുപോലെ തന്നെ നല്ല മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ മിഠായികൾ വെക്കുക. ആരെങ്കിലും വരുമ്പോൾ കൊടുക്കുക. ഉമ്മാക്ക് ഏറ്റവും വലിയ സന്തോഷം പേരക്കുട്ടികൾ വരുമ്പോൾ ഒന്നും കൊടുക്കാണ്ടായില്ല എന്ന് പറയുന്നത് തള്ളാരെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഒന്നും കൊടുക്കാണ്ടായില്ല എന്റെ അടുത്ത്. ചിലപ്പോൾ കാശാണ് ചിലപ്പോൾ ആ സമയത്ത് ആവശ്യമായിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ചിലപ്പോൾ മിഠായി ആയിരിക്കും ആവശ്യമുണ്ടാവുക. അങ്ങനെ ഓരോ സംഭവം എടുത്ത് നമ്മൾ ഓരോ വീടിന്റെ അവസരത്തിനനുസരിച്ചൊക്കെ കൂടിയും കുറഞ്ഞിരിക്കും. ഉമ്മാന്റെ വീട്ടില് റൂമില് നമ്മളെപ്പോഴും ഖുർആൻ കേൾക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. ഖുർആൻ കേൾക്കാനുള്ള എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. ഖുർആൻ കേൾക്കാനുള്ള ഈ പ്രായമായ സമയത്ത് നമ്മൾ വീട്ടില് വലിയ ഇഞ്ചുള്ള വലിയ ടി വി ഇതൊക്കെ വെക്കും. നമ്മുടെ ഉമ്മ 60 വയസ്സ് വരെ 50 വയസ്സ് വരെ അല്ലെങ്കിൽ 70 വയസ്സ് വരെയൊക്കെ ഇബാദത്തും ഒക്കെ ആയിട്ട് ജീവിച്ചു. അവസാനം ഇപ്പോ ടി വി ഒക്കെ വെച്ച് മക്കളെല്ലാരും നിർബന്ധിച്ച് ഉമ്മാനം കൂടിയിൽ കൂട്ടിക്കൊണ്ടിരുത്തി കോമഡി കാണിച്ച് ലാസ്റ്റ് ക്രമേണ സിനിമയും സീരിയലും ഒക്കെ ഈ 70 60 വയസ്സായ തന്താരും തള്ളാരും കാണുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഗ്രഹാന്തരീക്ഷങ്ങളൊക്കെ പല വീടുകളിലും മാറിയിട്ടുണ്ട്. ഇതൊരു വലിയ ദുഃഖകരമായ ഒരു സത്യമാണ്. നമ്മളൊക്കെ അറിയുന്നതാണ്. പലപ്പോഴും അത് നമ്മുടെ വീടിന്റെ ഭാഗമായതുകൊണ്ട് അവർ തെറ്റാണെന്ന് പോലും അറിയാത്ത ആളുകളാണ് നമ്മളൊക്കെ. 50 വയസ്സ് വരെ നമ്മുടെ ഉമ്മ അതൊന്നും ചെയ്തിട്ടില്ല. നേരത്തെ ആലോചിച്ച് നോക്കി. എല്ലാ ആരോഗ്യമൊക്കെ ഉള്ള സമയത്ത് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച പ്രായമുള്ള സ്ത്രീയെ, ഉമ്മയെ അല്ലെങ്കിൽ ഉപ്പയെ അവസാന കാലഘട്ടത്തിൽ ഈ ഹറാമുകളൊക്കെ കാണിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓർമ്മയില്ലാതെ മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് കാണിക്കേണ്ട മക്കൾ തള്ളിവിടുക എന്ന് പറയുന്നത് അതിലേറെ ഖേദകരമായ ഒരവസ്ഥ എന്താ ഉള്ളത്? സ്വന്തം മാതാപിതാക്കളുടെ ആഖിബത്ത് മോശമാക്കാൻ കൂട്ടുനിൽക്കുന്ന, തൗബ ചെയ്യാൻ പോലും അവസരം ഇല്ല. അവരുടെ ജീവിതത്തിന് ഒരു ക്രമമുണ്ട്. അവരെ ശീലിച്ചാൽ പിന്നെ അവർക്ക് തിരുത്താനും തൗബ ചെയ്യാനുള്ള സമയമില്ല. അവർ നല്ല കാലത്ത് നന്നായി ജീവിച്ചു വരാം. അപ്പോൾ അവിടെയൊക്കെ നമ്മള് ഒന്നാമത് ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കുക. ഇനി ഇങ്ങനത്തെ ഉള്ള വീടുകളിൽ ഉമ്മാക്കും ഉപ്പാക്കും ഖുർആൻ കേൾക്കാനും വയല് കേൾക്കാനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. അവർ ചിലപ്പോൾ ഹാളിലേക്കൊന്നും അവരെപ്പോഴും വിളിച്ചുകൊണ്ടിരാൻ പറ്റിക്കോളന്നില്ല. അവരുടെ റൂമിൽ എല്ലാം സൗകര്യങ്ങൾ. അതാണ് നേരത്തെ പറഞ്ഞത്. നമ്മുടെ വീടിന്റെ രാജകീയ ലുക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഏറ്റവും ആഡംബരപൂർണമായ, നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ആഡംബരം ഉണ്ടോ അതിന്റെ ഏറ്റവും നല്ല ഒരു പതിപ്പ് നമ്മുടെ ഉമ്മയുടെ റൂമാണ് എന്ന് പറയാൻ കഴിഞ്ഞാൽ അത് വലിയ സൗഭാഗ്യമാണ്. ആ ഉമ്മയുടെ പ്രാർത്ഥന, ആ ഉമ്മയുടെ എല്ലാ സമയത്തുള്ള നല്ല ആഗ്രഹങ്ങളൊക്കെ നമുക്ക് വേണ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉമ്മയുടെ വസ്ത്രം അലക്കുന്ന കാര്യത്തിൽ, അവരുടെ ബെഡ്ഷീറ്റ് അലക്കുന്ന കാര്യത്തിൽ, അമ്മക്ക് സെപ്പറേറ്റ് നമ്മളൊരു വേലക്കാരി ഏൽപ്പിക്കുന്ന വിഷയത്തിൽ ഇതൊക്കെ നമ്മൾ ചെയ്യുക. ഇന്ന് മെസ്സേജ് അയക്കുന്ന കാലാണ്. ഉമ്മാക്ക് എപ്പോഴെങ്കിലും നല്ല മെസ്സേജുകൾ അയക്കുക. ഉമ്മാക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല മെസ്സേജ് വിളിച്ച് പറയാം. ഫോണിലെ മെസ്സേജ് വായിക്കാൻ പറ്റണമെന്നില്ല. അല്ല എപ്പോഴും വിളിച്ച് ഉമ്മാനെ സന്തോഷിപ്പിക്കുന്ന കഥകൾ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ആ രീതിയിലുള്ള ദിവസേന വിളിക്കുക, ദുആ ചെയ്യുക. ഇങ്ങനെ ഒരുപാട് ഇതൊക്കെ ചില ഉദാഹരണങ്ങൾ നമ്മൾ പലപ്പോഴും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ചില സംഭവങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോ നമ്മള് എല്ലാവർക്കും ഉമ്മാനും ഉപ്പാനെയൊക്കെ നോക്കുന്നതിന്റെ പ്രാധാന്യം അറിയാം. ഫളലു ബിർരിൽ വാലിദൈനിന്റെ ആൾക്കാരാണ് നമ്മളൊക്കെ. ഏത് കാര്യം അങ്ങനെയാണ്. എല്ലാത്തിന്റെയും ഫളായിലുകൾ നമ്മളെ തബ്ലീഗ് ജമാഅത്തുകാരൊക്കെ നമ്മൾ എപ്പോഴും കാണാം. അവർ ഫളായിലുകൾ വായിക്കും, അവർ ചെയ്യും. പക്ഷെ നമ്മളെ ആയിരിക്കുന്ന കൂട്ടത്തിൽ പോയിരിക്കില്ല, നമ്മളെ ചെയ്യൂല. നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അവര് നമ്മൾ നല്ലത് ആര് ചെയ്താലും നല്ലത് ചെയ്യാം. അപ്പൊ നല്ലത് പറയണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, അപ്പോൾ ഫളായിലുകളിൽ മാത്രം ഒതുങ്ങിപ്പോവാതെ നമ്മുടെ ജീവിതത്തിലേക്ക് പലതും പകർത്തേണ്ടതുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിബന്ധം നമ്മുടെ മാതാപിതാക്കളുമായി എത്രമാത്രം ചേർന്ന് നിൽക്കുന്നു എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അതിനനുസരിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ മാറ്റങ്ങൾ വരുത്തിയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ആഖ് എന്ന് പറയുന്ന ഏറ്റവും ഗുരുതരമായ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമാകുന്ന ദുനിയാവിൽ തന്നെ 6 വിധത്തിലുള്ള ശിക്ഷയും പരലോകത്ത് 2 ശിക്ഷയും ഇതൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കാണാം. പക്ഷെ അതിന്റെ ഹദീസുകളുടെ വെളിച്ചത്തിലാണ് നമ്മൾ ആ വിഷയങ്ങളൊക്കെ ഒന്ന് പറഞ്ഞത്. എത്രത്തോളം എന്ന് വെച്ചാൽ മൻ ഹദ്ദൻ നളറ ലി അബീഹി ഔ ഉമ്മിഹി ഫഅന ബരീഉം മിൻ, ആരെങ്കിലും സ്വന്തം മാതാവിനെയും പിതാവിനെയും
തറപ്പിച്ചു നോക്കിയാൽ ഫഅന ബരീഉം മിൻ, ഞാൻ അവനിൽ നിന്ന് മുക്തനാണ്, അവൻ എന്നേറ്റ് യാതൊരു ബന്ധവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഉമ്മയെ തറപ്പിച്ചു നോക്കിയാൽ നിങ്ങൾ എന്താ പറഞ്ഞ്? എന്തെല്ലാം അതിന്റെ പല രീതിയിലും മാതാപിതാക്കളോട് തട്ടുത്തരം പറയുന്ന നമ്മളൊക്കെ ശീലങ്ങളാണ്. നമുക്ക് പ്രശ്നമില്ലാതെ നമ്മൾ 10 കൊല്ലം പരിചയമായി, അല്ലെങ്കിൽ 20 കൊല്ലം ഉമ്മാനോട് അങ്ങനെ ചോദിക്കും, നിങ്ങളും ഉണ്ടായിരുന്നാണ്, നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ എന്തിനാലും ഇടപെടണേ, നിങ്ങളെടുത്ത് എത്തിയപ്പോഴത്തിനത്. ഇങ്ങനെ ഒരുപാട് ഡയലോഗുകളുണ്ട് ഉമ്മാനോട് ചോദിക്കുന്ന. ഇതിലേറെ ഗൗരവത്തിൽ ചോദിക്കുന്ന പെണ്ണുങ്ങളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. കാരണം ഉമ്മയുമായി പ്രായം തികഞ്ഞത് മുതലേ എല്ലാ മറയുമില്ലാതെ സംസാരിക്കുന്ന ആളുകളാണ് പെൺകുട്ടികൾ. അപ്പോൾ ആ സ്വാതന്ത്ര്യം ഉമ്മ വിട്ടുകൊടുക്കുന്നത് കൊണ്ട് തന്നെ ഉമ്മക്കെതിരെ എന്തെങ്കിലും പറയാൻ അവസരം കിട്ടി അത് ഫുള്ള് പറഞ്ഞിട്ട് അടങ്ങിയിട്ട് ചില പെമ്മക്കൾ നിൽക്കുള്ളൂ. അങ്ങനത്തെ പെമ്മക്കൾ ധാരാളം ഉണ്ട് നമ്മുടെ വീടുകളിലൊക്കെ. വയൽ വെക്കണ നമ്മൾ ഈ 316 ആള് മാത്രമല്ലല്ലോ, നമ്മുടെയൊക്കെ ആശ്രയിച്ച് ഞാൻ വയൽ വെക്കുന്നുണ്ടെങ്കിൽ എന്നെ ആശ്രയിക്കുന്ന 10 ആളെ 20 ആളും കൂടി ഉണർത്തേണ്ട ഉത്തരവാദിത്വം, തിരുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നുള്ള ബോധത്തോടു കൂടിയാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ റെപ്രസെന്റേറ്റീവാണ്. എന്നതുപോലെ 317 ആളും പല കുടുംബങ്ങളുടെ റെപ്രസെന്റേറ്റീവാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ ചുറ്റുപാടിൽ നോക്കിയാൽ, പെങ്ങന്മാരെ ശ്രദ്ധിച്ചാൽ, ഇളയച്ചികളെ ശ്രദ്ധിച്ചാൽ, മൂത്തച്ചിമാരെ ശ്രദ്ധിച്ചാൽ, മറ്റു ബന്ധുക്കളെ ശ്രദ്ധിച്ചാൽ, ഇങ്ങനെ ഉമ്മയുമായുള്ള ബന്ധത്തിൽ, പിതാവുമായുള്ള ബന്ധത്തിലൊക്കെ വളരെ പരുക്കമായി പെരുമാറുന്ന ആളുകളുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ മാതാപിതാക്കളെ ശപിക്കുക. ഇന്ന മിൻ അക്ബറിൽ കബാഇരി അൻ യൽഅന അർറജുലു അബാഹു ഔ ഉമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഏറ്റവും വലിയ കുറ്റമാണ് മാതാപിതാക്കളെ ശപിക്കുക എന്നുള്ളത്. സ്വന്തം മാതാപിതാക്കളെ ശപിക്കുക എന്നുള്ളത് അതിലേറെ വലിയ കുറ്റമില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞ സമയത്ത് സഹാബികള് ഹസ്നുള്ളാഹിനോട് കൂടിയാണ് അത് കേൾക്കുന്നത്. അവർ ചോദിച്ചു, അല്ല നബിയെ, ആരെങ്കിലും സ്വന്തം ഉമ്മയും ഉപ്പയും ശപിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ ഭാഗം പറഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ അല്ലെങ്കിൽ സുഹൃത്തിന്റെ പിതാവിനെ ശപിച്ചാൽ അല്ലെങ്കിൽ ആക്ഷേപിച്ചാൽ അവൻ തിരിച്ച് നിങ്ങളുടെ പിതാവിനെ ആക്ഷേപിക്കാൻ അല്ലെങ്കിൽ അതിന് മറുപടി പറയാൻ അതൊരു നിമിത്തമായി തീരും. അങ്ങനെ ഒരു നിമിത്തമായാൽ നമ്മൾ തന്നെ കാരണമായിട്ട് നമ്മുടെ പിതാവ് ആക്ഷേപിക്കപ്പെടുന്നു അല്ലെങ്കിൽ ശപിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വാക്ക് കാരണമായി തിരിച്ച് നമ്മുടെ പിതാവ് ശപിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരിക എന്നുള്ളത് മോശമാണെന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞു? ഇന്ന മിൻ അക്ബറിൽ കബായിർ, ഏറ്റവും വലിയ കുറ്റമാണ് അയ്യൽ അനർ റജുലു അബാഹു ഉമ്മ, സ്വന്തം ഉമ്മയെയും പിതാവിനെയും ഒക്കെ ശപിക്കാനുള്ള നിമിത്തമായി തീരാൻ. അപ്പോ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട, വളരെ നമ്മൾ തങ്കക്കുടം എന്നൊക്കെ പറയുന്ന പോലെ വളരെ 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 നമ്മുടെ മക്കളെ പരിചരിക്കുന്നതിനേക്കാളേറെ നമ്മുടെ വേണ്ടപ്പെട്ടവരോടും ബോസിനോടും സുഹൃത്തുക്കളോടുമുള്ള ബന്ധങ്ങളൊക്കെ നമ്മൾ എത്രമാത്രം പവിത്രമായി കേടുകൂടാതെ സൂക്ഷിക്കുന്നു, അതിലേറെ പവിത്രമായി സൂക്ഷിക്കേണ്ട, നിലനിർത്താൻ പ്രവർത്തിക്കേണ്ട ബന്ധമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മാതാവിനോടും പിതാവിനോടുമുള്ള ബന്ധം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന, അവരുടെ പ്രീതി ലഭിക്കുന്ന, ആ പ്രീതിയിൽ ഇഹത്തിലും പരത്തിലും വിജയം ലഭിക്കുന്ന സാലിഹീങ്ങളിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ എന്നെയും എന്റെ കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വല്ല തെറ്റുകളും വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇരു വീട്ടിലും വിജയിപ്പിക്കുമാറാവട്ടെ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.